റെഡിയാണോ? റെഡിയായോ? തോട്ടൊക്കെ എടുത്ത് മരുമുടിക്കുകളൊക്കെ ഇരുന്നോ? റെഡിയാണോ? എന്താ പെട്ടെന്ന് സൗണ്ട് പോയത്? ആർക്കും സൗണ്ട് ഇല്ലേ? ഹലോ ഹലോ. യെസ് മാം. സൗണ്ട് ഉണ്ടപ്പ. റെഡിയായോ എന്ന് ചോദിച്ചപ്പോ നിങ്ങളുടെ ബുക്കൊക്കെ എടുത്ത് നിങ്ങൾ റെഡി ആയോ എന്നാണ് ചോദിക്കുന്നത്. ബുക്ക് മീൻസ് നിങ്ങളുടെ നോട്ട് PDF-ഉം മറ്റൊക്കെ ആയിട്ട് നിങ്ങൾ റെഡി ആണോ എന്നറിയാൻ വേണ്ടി ഒന്ന് ചോദിച്ചതാ. റെഡി? ഓക്കെ. യെസ്. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം നമ്മൾ എടുക്കുന്ന ചാപ്റ്ററിന്റെ പേരൊക്കെ അറിയാലോ. ഇനിയും പുതിയതായിട്ട് ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോ തുടങ്ങിയില്ലാത്തവരൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഓർക്കുക, ഇത് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററിന്റെ പേര് മെഡിക്കൽ ഇൻഷുറൻസ് എന്നാണ്. അതായത് നമ്മുടെ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഒരുപാട് എക്സ്പെൻസുകളൊക്കെ ഹോസ്പിറ്റൽസിൽ മീറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് എന്താ പറയാ, വലിയ ഹ്യൂജ് എമൗണ്ട് ഓഫ് മെഡിക്കൽ എക്സ്പെൻസുകൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ പോക്കറ്റിൽ നിന്നും എന്താ പറയാ കൊടുക്കാനായിട്ട് ചിലപ്പോ ചിലർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതായിരിക്കാം. അതുകൊണ്ട് അത്തരം എന്താ പറയാ പെട്ടെന്നുണ്ടാകുന്ന സഡൻലി ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാകുന്ന ഇത്തരം എക്സ്പെൻസുകളൊക്കെ നമ്മൾ എക്സ്പെക്ട് പോലും ചെയ്യാതിരിക്കുന്ന സമയത്ത് നമുക്ക് ഇത്രയും വലിയൊരു ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകൾ വന്നാൽ അത് നമ്മളെ സംബന്ധിച്ച് ഒരു ബേർഡൻ ആകാം. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട്, അതായത് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്തുകൊണ്ടാണ്, ശരിക്കും പറഞ്ഞ ഒരു ഫോർകാസ്റ്റിംഗ് തന്നെയാണ് നമ്മുടെ ലൈഫിനെ സെറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു പ്ലാനിങ് ആണ്, ഒരു പ്രീ പ്ലാനിങ് ആണ് എന്ന് വിളിക്കുക. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ ചേരുക എന്നുള്ളത്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു നിശ്ചിത എമൗണ്ട്, ചെറിയ എമൗണ്ടുകളും ഒക്കെ ആയിട്ട് നമ്മൾ എന്താ പറയാ പ്രീമിയം ആയിട്ട് നമ്മൾ അടച്ച് നമ്മളുടെ ലൈഫിൽ ഉണ്ടാകാവുന്ന ചില അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ആക്സിഡൻസിനെയൊക്കെ നമ്മൾ ഇൻഡെംനിഫൈ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു ഇതാണ്, നമുക്കറിയാം, എഗ്രിമെന്റ് ആണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഈ പുതിയതായിട്ട് ഈ ചാപ്റ്റർ എന്താണ് എന്ന് തുടക്കം കേൾക്കാത്ത ആളുകൾക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രം കേട്ടോ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞു. എന്താണ് മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ടോപ്പിക് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അതിനകത്ത് കുറച്ച് യൂസ് ചെയ്യേണ്ട ചില ടേമുകളൊക്കെ പറഞ്ഞു. നമ്മൾ ഇൻഷുവേർഡ്, ഇൻഷുറർ, പ്രീമിയം, ക്ലെയിം തന്നെ രണ്ടാണ്, ഫസ്റ്റ് പാർട്ടി ക്ലെയിമും തേർഡ് പാർട്ടി ക്ലെയിമും അല്ലെ. പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എന്താണ്, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്താണ്, ഇനി അതിനകത്ത് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ അതിനകത്ത് കവർ ചെയ്യുന്ന ചില എക്സ്പെൻസുകൾ ഏതാണ്, ഹെൽത്ത് ഇൻഷുറൻസിനകത്ത് കവർ ചെയ്യാത്ത എക്സ്പെൻസുകൾ ഏതാണ്, ഇനി IRDAI പ്രകാരം ചില ഹെൽത്ത് ഇഷ്യൂസിന് അല്ലെങ്കിൽ ചില കാര്യങ്ങളെ മെഡിക്കൽ ഡിസീസസ് ആയിക്കോട്ടെ, മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾ ആയിക്കോട്ടെ, വിച്ച് ആർ എക്സ്ക്ലൂഷൻസ് കൊടുത്തിരിക്കുന്ന ചില ഐറ്റംസും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതുകൂടാതെ നമ്മൾ വെയിറ്റിംഗ് പീരീഡിൽ കൺസിഡർ ചെയ്യാത്ത ചില ഡിസീസസിനെ കുറിച്ച്, ആ വെയിറ്റിംഗ് പീരീഡിലേക്ക് മാത്രമാണ് കേട്ടോ. വെയിറ്റിംഗ് പീരീഡിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഈ പറയുന്ന ചില രോഗങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ അൾസേഴ്സ്, പിന്നെ ഫിസ്റ്റുല, പിന്നെ ബെനിൻ പ്രോസ്റ്റേറ്റ്, ഹൈപ്പർട്രോഫി, പൈൽസ്, അങ്ങനെയുള്ള ചില രോഗങ്ങളെ കുറിച്ച്, ഹെർണിയ, അതുപോലെ കാറ്ററാക്ട്, അഡിക്ഷൻ ട്രീറ്റ്മെന്റുകൾ, പിന്നെ നമ്മുടെ ഡെന്റൽ ട്രീറ്റ്മെന്റുകൾ, ആൻഡ് ഓൾസോ കൺജനിറ്റൽ ഡിഫക്ട്സുകൾ അല്ലെങ്കിൽ ജനറ്റിക് ഡിസീസസ് ഒക്കെ, ഇങ്ങനെയുള്ളതൊന്നും വെയിറ്റിംഗ് പീരീഡിൽ കവർ ചെയ്യില്ല എന്ന് പറഞ്ഞു. പിന്നെ ഏതൊക്കെ രീതിയിലുള്ള ഹെൽത്ത് ഇൻഷുറൻസുകളാണ് പ്രധാനമായിട്ടും ഉള്ളത്, ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ പറഞ്ഞു. ഹോസ്പിറ്റലൈസേഷൻ കവർ, ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന സമയത്ത് കൊടുക്കുന്ന കെയറിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ ചെലവുകളും, അതാണ് ഉദ്ദേശിക്കുന്നത്. ഹോസ്പിറ്റൽ ക്യാഷ് കവർ ഉണ്ട്. ക്രിട്ടിക്കൽ ഇൽനസ്, ചില ക്രിട്ടിക്കൽ ഇൽനസിന് വേണ്ടിയിട്ടുള്ളതാണ്. ആക്സിഡന്റുകൾക്കുള്ള പേഴ്സണൽ ആക്സിഡന്റ് കവർ, ടോപ്പ് അപ്പ് കവർ ഒരു എക്സ്റ്റൻഷൻ ആണ് നിലവിലുള്ള നമ്മളുടെ എന്താ പറയാ ഹെൽത്ത് ഇൻഷുറൻസിൽ നിന്ന്. അതായത് ഹോസ്പിറ്റലൈസേഷൻ കവർ, ഫസ്റ്റിൽ നമ്മൾ പഠിച്ച ഹോസ്പിറ്റലൈസേഷൻ കവർ, അതിന് എക്സ്റ്റെൻഡ് ആയിട്ട് കൊടുക്കുന്ന ഒരു എന്താ പറയാ കവറേജ് ആണ്. ദാറ്റ് മീൻസ് നമ്മൾ എടുത്തിരിക്കുന്ന ഹോസ്പിറ്റലൈസേഷൻ കവർ എക്സോസ്റ്റഡ് ആയി പോയി കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ തീർന്നു പോയി കഴിഞ്ഞാൽ, ബാക്കി വരുന്ന എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ നമ്മൾക്ക് പറ്റുന്നില്ല. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ടോപ്പ് അപ്പ് ചെയ്യുക, ആഡ് ഓൺ ചെയ്യുക, നമ്മുടെ നിലവിലുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു പോളിസിയോടൊപ്പം നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ടോപ്പ് അപ്പ് കവർ എന്ന് പറയുന്നത്. അത് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ എന്താ പറയാ സാധാരണയുള്ള ചില ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതികളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ ഒരെണ്ണം പറഞ്ഞു SHI, സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നിയമപ്രകാരം എന്താ പറയാ ഇറ്റ്സ് നെസസറി, ഏതെങ്കിലും ഒരു എംപ്ലോയ്മെന്റിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത്.
ആ എംപ്ലോയ്മെന്റിലുള്ള എംപ്ലോയീസിന്റെ ഗ്രൂപ്പ് ഓർ ഒരു ലിമിറ്റഡ് ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സിൽ എടുക്കുന്ന ഒരു പോളിസി ആയിരിക്കണം എന്ന് പറഞ്ഞു. ആ ഒരു പ്രോഗ്രാമിൽ ആ പോളിസി എടുത്തിരിക്കുന്ന സമയത്ത് ടു അവൈൽ ദ ബെനിഫിറ്റ് ഓഫ് ദാറ്റ് പോളിസി, ആ പോളിസിയുടെ നേട്ടം കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോഗ്രാമിൽ എന്ന് വെച്ചാൽ ഏതെങ്കിലും ആ ഒരു ഇപ്പൊ ചിലപ്പോൾ 2-3 പേരും കൂടി ഒരു പേരില് എംപ്ലോയർ എടുത്തിരിക്കുന്നതാണ് പോളിസി. അപ്പൊ ആ ജോലിക്ക് ഇടയിൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ ഒരു ജോലിയിൽ ആൾ ഏർപ്പെട്ടിരിക്കണം എന്നുള്ളതാണ്. ആൾ ആ സമയത്ത് അതിനകത്ത് പങ്കെടുക്കുന്നില്ല, എന്നിട്ട് ആ ഒരു എന്താ പറയാ ക്ലെയിം നമുക്ക് കിട്ടണമെന്ന് പറഞ്ഞ് നമ്മൾ കൂടി ചോദിച്ചു നടക്കുന്നതിൽ അർത്ഥമില്ല. ഓക്കെ, ആ ഒരു പ്രോഗ്രാമിൽ ആ ഒരു പ്രത്യേക ഓപ്പറേഷൻസിൽ ആള് അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കണം ആ ഒരു ഗ്രൂപ്പിൽ, എന്നാൽ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ അത് വളരെ പുവർ ആയിട്ടുള്ള BPL വിഭാഗത്തിൽപ്പെട്ടവരും പുവർ ഫാമിലീസിനും വേണ്ടിയിട്ട് ഉള്ള ഒരു ഇൻഷുറൻസ് ആണ്. അത് ലോ കോസ്റ്റിലാണ് ഗവൺമെന്റ് അത് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതും, പിന്നെ അതെന്താ പറയാ ഇതിന് ഫുൾ കവറേജ്, പുവർ പീപ്പിളിന് ഫുൾ കവറേജ് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു പോളിസി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബോത്ത് പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ നമുക്ക് ഇതിന് എന്ത് കിട്ടുന്നു, ഇവിടെ എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാനുള്ള അവസരം നമുക്ക് അവിടെ ഉണ്ട്. പ്രൈവറ്റ് ആണ് ഇത് ലോ കോസ്റ്റിൽ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഷുറൻസ് ആയതുകൊണ്ട് നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ കൂടുതൽ ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റൽസിൽ എന്താ പറയാ നമുക്ക് ചികിത്സ കിട്ടില്ല എന്ന് വിചാരിക്കേണ്ട എന്നാണ് ഉദ്ദേശിച്ചത്. ക്ലിയർ ആയല്ലോ? അത് നമ്മൾ പറഞ്ഞു അത്രയും വരെ. പിന്നെ കൂടാതെ നമ്മൾ ESI അടുത്തൊരു പോളിസി കൂടി പറഞ്ഞു, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1948 ഇത് സ്ഥാപിതമായത്. ESIS എന്ന് പറയുന്ന എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം. ഇത് കൺട്രോൾ ചെയ്യുന്നത് ESIC ആണ്, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ് ഇതിന്റെ കാര്യങ്ങൾ ഓപ്പറേഷൻസ് എല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്നത്. മാത്രമല്ല ഇത് ഒരു എന്താ പറയാ സെമി ഗവൺമെന്റ് ബോഡിയാണ്. പിന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട 2 ആൾക്കാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവ്. ചെയർമാൻ എന്ന് പറയുന്നത് യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബറും, അതുപോലെ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഡയറക്ടർ ജനറലുമായിരിക്കും. പിന്നെ അതിനകത്ത് കുറെ എന്താ പറയാ കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് അതിന്റെ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കണ്ടീഷൻസ് അവിടെ പറയുന്നുണ്ട്. ആ കണ്ടീഷൻസിന് വിധേയമാണ് തീർച്ചയായിട്ടും ഈ പറയുന്ന ഈ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ബെനിഫിറ്റ് ലഭ്യമാകണമെങ്കിൽ ആ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് അല്ലെ. ഇനി ഇതിന്റെ കോൺട്രിബ്യൂഷൻസ്, ഈ പറയുന്ന ഇൻഷുറൻസ് പദ്ധതി എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് പ്രീമിയം അടയ്ക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? ബോത്ത് ദ എംപ്ലോയർ ആൻഡ് എംപ്ലോയി. എംപ്ലോയറും അദ്ദേഹത്തിന്റെ ഒരു പങ്ക് എന്ത് ചെയ്യണം, പ്രീമിയം ആയിട്ട് എംപ്ലോയിക്ക് വേണ്ടി അടയ്ക്കണം. എംപ്ലോയിയുടെ വേജസിന്റെയും ഇത്ര ഭാഗം എംപ്ലോയിയും അടയ്ക്കണം എന്നുണ്ട്. അതിൽ ഒരു എക്സെപ്ഷൻ പറഞ്ഞിരിക്കുന്നത് പെർ ഡേ വേജസ് 176 താഴെയാണെങ്കിൽ അവർക്ക് എംപ്ലോയിക്ക് എന്തടയ്ക്കേണ്ട, ഈ പറയുന്ന എംപ്ലോയിയുടേതായ കോൺട്രിബ്യൂഷൻ അടയ്ക്കേണ്ട, എംപ്ലോയർ മാത്രം അടച്ചാൽ മതി എന്നാണ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റുകളും നമ്മൾ പറഞ്ഞിരുന്നു. സിക്നസ് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്, എക്സ്റ്റെൻഡഡ് സിക്നസ് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ചില രോഗങ്ങൾക്ക് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ലെപ്രോസി, ട്യൂബർക്യുലോസിസ്, ഫ്രാക്ചേഴ്സ്, അങ്ങനെയുള്ള ചില മാരകമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവരുടെ അസുഖത്തിന്റെ ആ ഒരു സമയത്ത് ആ ഡ്യൂറേഷനിൽ അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് 80% ഓഫ് ദർ വേജസ് ആണ്. അവരുടെ കൂലിയുടെ 80% അവർക്ക് എക്സ്റ്റെൻഡഡ് സിക്നസ് ബെനിഫിറ്റ് കിട്ടും. പിന്നെ എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ് ഉണ്ട്, അത് മെയിൽസിനും ഫിമെയിൽസിനുമാണ്. ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ അല്ലെ, വന്ധ്യീകരണം ഒക്കെ സംഭവിക്കുന്ന സമയത്ത് അവർക്ക് കുറച്ച് ദിവസത്തെ അവധിയൊക്കെ വേണ്ടി വരും, ലീവ് എടുക്കേണ്ടി വരും. അതിന് ആ 7 ദിവസം ആണുങ്ങൾക്കാണെങ്കിൽ, പുരുഷന്മാർക്കാണെങ്കിൽ 7 ഡേയ്സും അതിന്റെ ബെനിഫിറ്റ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്കാണെങ്കിൽ, ഫിമെയിൽസിനാണെങ്കിൽ 14 ഡേയ്സ് ആണ് അവർക്ക് കിട്ടുന്ന അതിന്റെ ബെനിഫിറ്റ്. പിന്നെ മെറ്റേണിറ്റി ബെനിഫിറ്റ് പറഞ്ഞു, 180 ഡേയ്സ് ആണ് അവർക്ക് പ്രഗ്നൻസി പീരീഡിൽ കിട്ടുക. പക്ഷെ മിസ്കാരേജ് ഓർ MTP എന്ന് പറയുന്ന ഈ 2 സാഹചര്യങ്ങളിൽ, മിസ്കാരേജ് മീൻസ് അതായത് കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തന്നെയൊക്കെ എന്തെങ്കിലും സംഭവിച്ച് ഇതായി പോവുക. അതുപോലെ തന്നെ MTP, അതായത് നമ്മളുടെ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യുന്ന ആ ഒരു കാലഘട്ടത്തിലും അവർക്ക് കിട്ടുന്ന കുറച്ച് ദിവസങ്ങളുടെ കുറച്ച് ദിവസം അവർക്ക് ലീവ് എടുക്കേണ്ടി വരും. 6 വീക്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ 6 വീക്സ് മെറ്റേണിറ്റി ബെനിഫിറ്റിന്റെ ഭാഗത്ത് ഉൾപ്പെടുത്തി അതിന്റെ കവറേജ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഡിസേബിൾമെന്റ് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ടെമ്പററി ഡിസേബിൾമെന്റ്. എന്താ ഡിസേബിൾമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. ജസ്റ്റ് വെറുതെ നിങ്ങളൊന്ന് എല്ലാവരും എത്താൻ കൂടി വേണ്ടിയിട്ടും കുറച്ചൊക്കെ ഒന്ന് തിരിച്ച് വീണ്ടും ആ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എടുത്തു പറയുന്നതാണ്.
കഴിഞ്ഞ ദിവസം വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞ് എല്ലാവർക്കും മനസ്സിലായി എന്നൊക്കെ പറഞ്ഞു പോയ കാര്യം തന്നെയാണ് അല്ലെ. ഡിസേബിൾമെന്റ് ബെനിഫിറ്റ് എന്താ? അതായത് ഇപ്പൊ ഒരു പേഴ്സൺ പെട്ടെന്ന് ഡിസേബിൾഡ് ആകുക, കൈക്കോ കാലിനോ ഒക്കെ വലിയ എന്തെങ്കിലും ഭയങ്കരമായ ഇഞ്ചുറി ഒക്കെ പറ്റിയിട്ട് ഡിസേബിൾഡ് ടെമ്പററി ആണ്, എന്നത്തേക്കുമായിട്ടല്ല. എന്നേക്കുമായിട്ടുള്ള ഡിഫറെന്റ്ലി ഏബിൾഡ് ആളുകൾ നമുക്കറിയാലോ അല്ലെ, അവർക്കുള്ളത് വേറെ. അപ്പൊ ഇങ്ങനെയുള്ള ജോലിയിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡൻസോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായതിന്റെ ഫലമായിട്ട് ഡിസേബിൾഡ് ആയി പോയി കഴിഞ്ഞാൽ അവർക്ക് ക്യാഷ് വേജസ് ആയിട്ടായിരിക്കും ആ ഒരു പീരീഡിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡിസേബിൾഡ് ആയിട്ട് ഇരിക്കുകയാണല്ലോ വീട്ടില്, അപ്പൊ അവർക്ക് എക്സ്പെൻസുകൾ ഹോസ്പിറ്റൽസിൽ മീറ്റ് ചെയ്യുന്നതിന് പുറമെ അവരുടെ ആ എത്ര ദിവസമാണ് അവർ ഇരിക്കുന്നത് അപ്പൊ അതനുസരിച്ചിട്ടുള്ള ഡിസേബിൾമെന്റ് ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഫ്യൂണറൽ ബെനിഫിറ്റ്. മരിച്ചു പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആ വീട്ടിലെ ഏറ്റവും എൽഡേഴ്സ് ആയിട്ടുള്ള ആൾക്ക് 15,000 rupees ഫ്യൂണറൽ ആയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ മെഡിക്കൽ ബെനിഫിറ്റ് ആണ്, ഔട്ട്ഡോർ ട്രീറ്റ്മെന്റ്, ഇൻഡോർ ട്രീറ്റ്മെന്റ് എല്ലാം, ആംബുലൻസ് സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ബെനിഫിറ്റ് ആണ്. ഇതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോകുകയാണ് അല്ലെ. ഇവിടെ വരെ അല്ലേ ഞാൻ നിർത്തിയേ? ഓർമ്മയുണ്ടോ? അത് വേഗം പറഞ്ഞേ. യെസ്. Okay, now we are going to study how to calculate ESC. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എംപ്ലോയറും എംപ്ലോയിയും അവരുടെ എന്താ പറയാ ഈ പറയുന്ന ESI, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ എംപ്ലോയർ ഹാസ് ടു കോൺട്രിബ്യൂട്ട് ഫ്രം ഹിസ്, അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഭാഗം എന്ത് ചെയ്യണം, ഈ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ഇൻഷുറൻസ് അടയ്ക്കണം. എംപ്ലോയിയുടെ ഭാഗത്തു നിന്നും ഒരു ഇൻഷുറൻസ് പേയ്മെന്റ് കൊടുക്കുന്നുണ്ട്, പ്രീമിയം ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് അവിടെ കാണിച്ചേക്കണേ കേട്ടോ. അപ്പൊ അതൊന്ന് പഠിച്ചു വെച്ചേക്കണം. കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു വെച്ചേക്കണം, കാരണം അതൊക്കെ എക്സാമിനൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാ കണ്ടുപിടിച്ചെന്ന് നോക്കിയേ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുകയാണ്, കാൽക്കുലേറ്റഡ് വേജസ് ആസ് പെർ ESI ആക്ട് 1948. ഒരാളുടെ വേജസ് ആക്ട് പ്രകാരം ഒരാളുടെ വേജസ് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയേക്കുന്നത് INR 20,000 ആണ്. എന്താണ് INR? ഇന്റർനാഷണൽ നോർമലൈസ്ഡ് റേഷ്യോ എന്നാണ്. ഇന്റർനാഷണൽ നോർമലൈസ്ഡ് റേഷ്യോ നമ്മുടെ ഇന്ത്യൻ റുപ്പിയിലുള്ള ഒരു ഡിനോമിനേഷൻ ആണ്. നമ്മുടെ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്ന വാല്യൂ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, INR എന്ന് പറയുന്നത്. പല സ്ഥലത്തും നമ്മൾ അങ്ങനെ INR എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്നത് കണ്ടിട്ടുണ്ടാകും അല്ലെ. നമ്മുടെ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്ന വാല്യൂ ആണ് പറഞ്ഞിരിക്കുന്നത്. വിദേശത്തൊക്കെ ഓരോ രാജ്യത്തിനനുസരിച്ച് അവരുടെ കറൻസിയിലും അല്ലെ ഒക്കെ മാറ്റമുണ്ടെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഇന്ത്യൻ റുപ്പി പ്രകാരം 20,000 ആണ് ഒരാളുടെ വേജസ് എന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ്, അതെങ്ങനെയാണ് ESIയുടെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതായത് എംപ്ലോയർ എത്ര കൊടുക്കണം, എംപ്ലോയി എത്ര കൊടുക്കണം, അതാണ് കൊടുത്തിട്ടുണ്ട്. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് നമ്മൾ പഠിച്ചേ? എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എത്രയാണെന്നാ പഠിച്ചത്? വേജസിന്റെ എത്ര പെർസെന്റേജാ മറന്നുപോയാ? എംപ്ലോയറും എംപ്ലോയി എത്ര വീതം കൊടുക്കണം? യെസ്, എംപ്ലോയർ 3.25% ആണ്. എന്ന് വെച്ചാൽ 20,000 ഇൻറ്റു 3.25%. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 650 രൂപ കിട്ടുന്നു. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ കൊടുക്കണം 20,000ന്റെ 0.75% ആണ്. അപ്പൊ 20,000 ഇൻറ്റു 0.75/100 അത് 150 കിട്ടും. അങ്ങനെ ടോട്ടൽ എംപ്ലോയർ ആ പറയുന്ന കോൺട്രിബ്യൂഷനിലേക്ക് അല്ലെങ്കിൽ പ്രീമിയം ആയിട്ട് അവർ അടയ്ക്കേണ്ടത് 800 രൂപയാണ് ടോട്ടൽ കോൺട്രിബ്യൂഷൻ ആയിട്ട് വരുന്നത്. എംപ്ലോയറുടെ ഭാഗത്തു നിന്നുമുള്ള കോൺട്രിബ്യൂഷൻസ് എടുത്തിട്ട് അത് രണ്ടും കൂടി ആഡ് ചെയ്ത് കാണിച്ചിരിക്കുന്നതാണ്. ക്ലിയർ ആയോ? 20,000 പകരം 10,000 ആണെങ്കിൽ 10,000 വെച്ചിട്ട് 3.525 കാണുക, 0.75 കാണുക. അതൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചിരിക്കുന്നതാണ്. ക്ലിയർ ആയോ? ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? അത് ഒന്ന് കാൽക്കുലേറ്ററിൽ കുത്തി നോക്കിയാൽ ശരിയാണോ എന്ന് നിങ്ങളൊന്ന് നോക്കാം. 20,000 ഇൻറ്റു 3.25/100. അടുത്തത് 20,000 ഇൻറ്റു 0.75/100. പെർസെന്റേജ് ഔട്ട് ഓഫ് 100 ആണ്. ക്ലിയർ ആയില്ലേ? മനസ്സിലായോ? അത് കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത്. യെസ്. നെക്സ്റ്റ് വൺ. അപ്പൊ നമ്മൾ അതിനകത്ത് പ്രോബ്ലം പഠിക്കുന്നുണ്ടോ എന്ന് ചിലർ ചോദിക്കും. അത് അവര് ആ കാൽക്കുലേഷൻ എങ്ങനെയാണ് ഈ എംപ്ലോയറും എംപ്ലോയിയും രണ്ടുപേരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അത് എത്ര രൂപയാണ്, എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചിരിക്കുന്നത് മാത്രം കേട്ടാ. അപ്പൊ നമ്മൾ ഇനി അടുത്ത സ്കീമാ പഠിക്കണം. അപ്പൊ നമ്മൾ ഏതൊക്കെ സ്കീം പഠിച്ചപ്പോ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്ന സ്കീം പഠിച്ചു. പിന്നെ മാത്രമല്ല ESI, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ്, അത് എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ മറക്കരുത്, 1948 അതെന്തായിട്ട് പറയാൻ കാരണം എന്ന് വെച്ചാൽ അടുത്ത സ്കീമുകളും വേറെ പീരീഡുകളിൽ അത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓരോ ഇയറിനും ഇമ്പോർട്ടൻസ് തന്നെയുണ്ട് കേട്ടോ. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ്, CGHS, ഫുൾ ഫോമും ഷോർട്ട് ഫോമും ഒക്കെ നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ് ഇനി പറയുന്നത്.
അതെന്താണ്? അത് നമ്മുടെ അടുത്ത കാലത്ത് മറ്റേതൊക്കെ അധികം കാലഘട്ടത്തിലൊന്നും ആയിട്ടില്ല. ഇപ്പൊ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഇൻഷുറൻസ് സ്കീം തന്നെയാണ്. കുറെ നാളുകളൊക്കെ തന്നെ മുമ്പുള്ളതാണ്. ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു സ്കീമാണ്. അത് എന്ന് പറയുന്നത് 1954 മറ്റേത് 1948 ഇത് 1954 ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിനെയും അതുപോലെ തന്നെ പെൻഷനേഴ്സിനെയും അവർക്ക് ബെനിഫിറ്റ് കിട്ടത്തക്ക രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു സ്കീമാണ് സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം എന്ന് പറയുന്നത്. ആർക്കൊക്കെയാണ്? ഗവൺമെന്റ് എംപ്ലോയീസിനും അതുപോലെ തന്നെ പെൻഷനേഴ്സും. പെൻഷനർ എന്ന് പറഞ്ഞാൽ ആരാ? പേഴ്സൺ ഹു റിസീവ്സ് പെൻഷൻ. നമ്മളിപ്പോ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പെൻഷൻ കിട്ടുന്നത് നമുക്കറിയാം ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ നമ്മളെല്ലാവരും ഗവൺമെന്റ് ജോലി വേണമെന്നും വിചാരിക്കുന്നത്. ഒരു ഏജ് കഴിഞ്ഞാൽ നമ്മളെയൊന്നും ആരും നോക്കില്ല. അതുകൊണ്ട് അതിന്റെ പെൻഷനെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇത്തിരിയെങ്കിലും നമുക്ക് വില കിട്ടുമല്ലോ. അതാണ് ആളുകൾ കൂടുതലും നമ്മുടെ ഗവൺമെന്റ് ജോബ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 1954 CGHS ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഗവൺമെന്റ് എംപ്ലോയീസിനെയും പെൻഷനേഴ്സിനെയും ഉദ്ദേശിച്ചിട്ടാണ് CGHS ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഫുൾ ഫോം സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം എന്നാണ്. അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വേഗം അണ്ടർലൈൻ ചെയ്യാം കേട്ടാ. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം CGHS ഓൾഡസ്റ്റ് ഇൻഷുറൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. പാരഗ്രാഫ് ഫുൾ എന്തായാലും അണ്ടർലൈൻ ചെയ്ത് തരും. പെൻഷനേഴ്സ് വരെ കേട്ടാ. അണ്ടർലൈൻ ചെയ്തോ? അപ്പൊ പെൻഷനേഴ്സ് ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് ദർ ഫാമിലീസിനെ സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് ബെനിഫിറ്റ് കിട്ടത്തക്ക രീതിയിലാണ് ഈ പറയുന്ന ഒരു ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത 1954 ഇൻട്രൊഡ്യൂസ് ചെയ്ത സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം ഉള്ളത്. ഇനി ആരൊക്കെയാണ് ഇതിന്റെ ബെനിഫിഷ്യറീസ്? ആർക്കൊക്കെ ഈ ഒരു ഇതിന്റെ ബെനിഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന്. ഓക്കെ, അപ്പൊ ഒന്ന് അറിഞ്ഞു വെക്കാൻ മാത്രമേ ഉള്ളൂ. ഒന്ന് എന്താ പറയാ, നിങ്ങളൊന്ന് വായിച്ചു നോക്കി വെച്ചേക്കുക. അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും മനസ്സിലാക്കി വെച്ചേക്കുക. ആരൊക്കെയാണ്? ഗവൺമെന്റിന്റെ കീഴിലുള്ളവരെല്ലാവരും ഉണ്ടാവും. അപ്പൊ അത് ആരാണെന്ന് അവിടെ എടുത്തു പറഞ്ഞത് ഓൾ സെൻട്രൽ ഗവൺമെന്റ് സെർവന്റ്, അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന എല്ലാ സേവകരും ഉണ്ട്. പെൻഷനേഴ്സ് ആൻഡ് ദയർ ഫാമിലി മെമ്പേഴ്സ്, അങ്ങനെ തന്നെ പഠിച്ചാൽ മതി, പഠിക്കണ്ട, വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. പെൻഷനറും അവരുടെ ഫാമിലി മെമ്പേഴ്സും എല്ലാവരും പെടും. ഓണറബിൾ മെമ്പർ ഓഫ് പാർലമെന്റ്, പാർലമെന്റിലെ അംഗങ്ങള് വരും. ഓണറബിൾ ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ സുപ്രീം കോർട്ടിന്റെ ഓണറബിൾ ജഡ്ജസ് വരും. എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് ഓഫ് ഓട്ടോണമസ് ബോഡീസ് കവേർഡ് അണ്ടർ CGHS, CGHSന്റെ കീഴിൽ വരുന്ന എല്ലാ ഓട്ടോണമസ് ബോഡീസും എംപ്ലോയേഴ്സും പെൻഷനേഴ്സും വരും. എന്താണ് ഓട്ടോണമസ് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓട്ടോണമസ് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടല്ലോ, ഓട്ടോണമസ് കോളേജസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്താ ഇതിന്റെ അർത്ഥം? ഓട്ടോണമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അവർക്ക് they can govern themselves, അവർക്ക് തന്നെ എല്ലാം എന്താ പറയാ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാനൊക്കെ ഉള്ള കഴിവുകള്. ഇപ്പൊ ചില കോളേജസിനില്ലേ എല്ലാവർക്കും അങ്ങനെയുള്ള ഒരു എന്താ പറയാ, ഇപ്പൊ ഗവൺമെന്റ് കോളേജുകളുണ്ട്. അപ്പൊ ഗവൺമെന്റ് കോളേജുകൾ പോലെ തന്നെ സ്വന്തമായിട്ട് അവർക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ എക്സാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു അധികാരം. അപ്പൊ അവർക്ക് തന്നെ അവരെ ഗവൺ ചെയ്യാനുള്ള അധികാരമുള്ള അത്തരം ബോഡീസിനെയാണ് നമ്മൾ ഓട്ടോണമസ് ബോഡീസ് എന്ന് വിളിക്കുക കേട്ടോ. അപ്പൊ CGHSന്റെ കീഴിൽ ഗവൺമെന്റിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിൽ പറയുന്നത് ഓട്ടോണമസ് ബോഡീസിനും പെൻഷനേഴ്സ്, അതിനകത്തുള്ള പെൻഷനേഴ്സിനും അതുപോലെ തന്നെ മറ്റ് എംപ്ലോയീസിനും ഒക്കെ എന്ത് കിട്ടും? ഈ പറയുന്ന നമ്മളുടെ ഈ CGHS എന്ന് പറയുന്ന ഹെൽത്ത് ഇൻഷുറൻസിന്റെ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റുകൾ കിട്ടുന്ന ആളുകളാണ്. പിന്നെ ഫോർമർ ജഡ്ജസ് ഓഫ് ഓണറബിൾ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ നേരത്തെയുള്ള പ്രീവിയസ് ആയിട്ടുണ്ടായിരുന്ന ജഡ്ജസ് മാത്രമല്ല ഹൈക്കോർട്ടിലെയും പ്രീവിയസ് ജഡ്ജസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഈ പറയുന്ന ബെനിഫിറ്റ് അവൈൽ ആകാവുന്നതാണ്. പിന്നെ ഫ്രീഡം ഫൈറ്റേഴ്സ്, രാജ്യത്തിന് വേണ്ടിയിട്ട് രാജ്യം കാക്കുന്ന ആളുകളുണ്ട്, അവർക്കും ഈ ഒരു ഇതിന് അർഹതയുള്ളവരാണ്. ഇത്തരം എന്താ പറയാ ഇൻഷുറൻസ് അവർക്ക് വേണ്ടിയിട്ട് കൂടിയുള്ളതാണ്. പിന്നെ എംപ്ലോയീസ് ഓഫ് ദ റെയിൽവേ ബോർഡ് ജേർണലിസ്റ്റ്, അതായത് റെയിൽവേ ബോർഡിലെ ജേർണലിസ്റ്റുകൾക്കും മെമ്പേഴ്സ് ഓഫ് പ്രസ് അസോസിയേഷൻ, എന്താ പ്രസ് അസോസിയേഷൻ? ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞ മനസ്സിലായല്ലോ, പത്രപ്രവർത്തനവും മറ്റൊക്കെ. അതിന്റെ ആ പ്രസ് അസോസിയേഷനിലെ മെമ്പേഴ്സ് ആയിട്ടുള്ള ജേർണലിസ്റ്റുകൾക്കെല്ലാം തന്നെ എന്തുണ്ട്? അവർക്കും ഇതിന്റെ ബെനിഫിറ്റ് അവൈലാക്കുന്നതാണ്. സിവിലിയൻ എംപ്ലോയീസ് ഓഫ് ഡിഫൻസ്, ഡിഫൻസിലെ സിവിലിയൻ എംപ്ലോയീസിനൊക്കെ അതും എന്താ പറയാ ഈ പറയുന്ന ഇൻഷുറൻസ് സ്കീമില് അവർക്ക് അതിന്റെ ബെനിഫിറ്റ് അവൈലാക്കുന്നതാണ്. അപ്പൊ ഇവരൊക്കെ നമ്മുടെ CGHS പ്രകാരം, സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം പ്രകാരം അതിന്റെ ബെനിഫിറ്റുകൾ കിട്ടാൻ സാധ്യതയുള്ള
എംപ്ലോയീസുകളാണ്. എല്ലാവരും തന്നെ ഗവൺമെന്റ് എംപ്ലോയീസ് ആയിരിക്കും എന്നുള്ളത് അതിനകത്ത് നമുക്ക് വായിച്ചപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവരൊക്കെയാണ് അതിന് അവൈലബിൾ ആയിട്ടുള്ള ആളുകൾ. ക്ലിയർ ആയോ? മനസ്സിലായോ? അത് നിങ്ങളൊന്ന് വായിച്ച് നോക്കി മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. വേറെ അതിന്റെ അപ്പുറത്തേക്കൊന്നും നമുക്ക് പഠിക്കാനില്ല. ആരൊക്കെയാണ് നമുക്കറിയാം. കൂടുതലും ഒറ്റ വാക്കിൽ പറഞ്ഞ ഗവൺമെന്റ് പെൻഷനേഴ്സും എംപ്ലോയീസും ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് അവർക്കാണ് ഇതിന്റെ ബെനിഫിറ്റുകളെല്ലാം തന്നെ കിട്ടുക. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇവർക്ക് കിട്ടുന്ന എന്താ പറയാ ആനുകൂല്യങ്ങൾ. അണ്ടർ ദി സ്കീം ദ എലിജിബിൾ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ക്യാൻ ഗെറ്റ് ദ ഫോളോയിങ് ഹെൽത്ത് ഇൻഷുറൻസ് ബെനിഫിറ്റ്. എന്തൊക്കെ ബെനിഫിറ്റുകൾ ഈ പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രകാരം ഇവർക്ക് കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് കവർ ഫോർ PPF. എന്താ PPF? പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട് ആണ്. അതായത് അവർക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടും ഇൻഷുറൻസിനും മെഡിസിൻസിന്റെ ഇൻഷുറൻസും ഒക്കെ ഇവർക്ക് കിട്ടുന്നുണ്ട്. കൂടാതെ പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട് ഉണ്ട്. പ്രോവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ സാലറിയിൽ നിന്നും നീക്കി വെക്കുന്ന ഒരു ഭാഗമാണ് പ്രോവിഡന്റ് ഫണ്ട്. ആഫ്റ്റർ ദ റിട്ടയർമെന്റും അതൊക്കെ ഒരു ലംസം എമൗണ്ട് ആയിട്ട് റീഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. കാരണം നമുക്കറിയാം റിട്ടയർമെന്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ, റിട്ടയർമെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് ഭയങ്കര എന്താ പറയാ ലോൺലിനെസ്, ഭയങ്കര എന്താ പറയാ കുറെ കാര്യങ്ങൾ അവർ മെന്റലി അവർക്ക് അനുഭവിക്കേണ്ടി വരും. കാരണം അത്രയും നാളൊക്കെ ജോലി ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് ഭയങ്കര വാല്യൂ, ഗവൺമെന്റ് എംപ്ലോയി എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര ആളുകളും ചുറ്റും ഒക്കെ നമുക്ക് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യാനൊക്കെ ആളുകളുണ്ടായിരിക്കും. പക്ഷെ പെൻഷൻ കിട്ടി ആള് റിട്ടയർ ചെയ്ത് വീട്ടിൽ കഴിഞ്ഞ പിന്നെ ഒറ്റപ്പെടലായി. അത്രയും നാള് ജോലി ചെയ്തിരുന്നതിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ ഒരു ആക്ടിവിറ്റിയും ചെയ്യാതെ ഒരു മൂലത്തിലോ ഒതുങ്ങി കൂടി അങ്ങനെയൊക്കെ ആവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് എന്താ പറയാ, അവർക്ക് ഒരു എന്തെങ്കിലും ചെറിയ ഫണ്ടായിട്ടെങ്കിലും അവരുടെ കയ്യിലില്ലെങ്കിൽ അത്രയും കൂടി ആളുകൾ എന്ത് ചെയ്യില്ല, ആളുകളെ ഗവനിക്കില്ല അല്ലെ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു കവർ അതുപോലെ തന്നെ മാറ്റി വെക്കുന്നതാണ് PPF, പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട് ആയിട്ട് ഒരു എമൗണ്ട്. പിന്നെ ട്രീറ്റ്മെന്റിനും അവർക്ക് വേണ്ടിയിട്ടുള്ള മെഡിസിൻസിനും ഒക്കെ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഇൻഷുറൻസുകളൊക്കെ ഈ സ്കീമിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആർക്ക്? ഗവൺമെന്റ് എംപ്ലോയീസിനും. പിന്നെ കവർ ഫോർ കൺസൾട്ടേഷൻ വിത്ത് സ്പെഷ്യലിസ്റ്റ്. ഏതെങ്കിലും തരത്തിലുള്ള സ്പെഷ്യലിസ്റ്റുകളെ, ഡോക്ടേഴ്സിനെയൊക്കെ മാത്രമല്ല സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിനൊക്കെ ഒരു പ്രായം കൂടി ആകുമല്ലോ പെൻഷനൊക്കെ ആയി കഴിയുമ്പോൾ. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ വലിയ വലിയ ട്രീറ്റ്മെന്റുകളൊക്കെ കിട്ടണമെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിനൊക്കെ കൺസൾട്ട് ചെയ്യാനും അവർക്ക് വലിയ ഹ്യൂജ് എമൗണ്ട് ഒക്കെ ചെലവാകും. അങ്ങനെയൊക്കെ വരികയാണെങ്കിലും ഒക്കെ അവർക്ക് കവറേജ് കിട്ടുന്നതാണ്. ഇൻഡോർ ട്രീറ്റ്മെന്റ് അറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ ഫ്രീ ആയിട്ട് അവർക്ക് ട്രീറ്റ്മെന്റുകൾ കിട്ടുന്നു. മാത്രമല്ല എംപാനൽഡ് ഹോസ്പിറ്റൽസിലും ഉണ്ട്. എന്ന് വെച്ചാൽ എന്താ എംപാനൽഡ് ഹോസ്പിറ്റൽസ്? എന്താണ് ഇത്? ഭയങ്കര എന്താ പറയാ എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസും ഒക്കെ നമ്മളുടെ ചില ഹോസ്പിറ്റൽസിൽ മാത്രമേ ഇങ്ങനെ കവറേജ് കിട്ടുള്ളൂ എന്നൊക്കെ നമുക്കറിയാലോ അല്ലെ. എല്ലാ ആനുകൂല്യങ്ങളും കിട്ടത്തക്ക രീതിയിൽ ചില ഹോസ്പിറ്റൽസിൽ ഇന്ന ഇൻഷുറൻസ് ക്ലെയിമുകളൊക്കെ ഇന്ന ഹോസ്പിറ്റൽസിലേ കിട്ടുള്ളൂ. നമ്മൾ പറയും നോക്കുമ്പോ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ നമുക്ക് വന്നു, അപ്പൊ നമ്മൾ ചോദിക്കും നമുക്ക് ക്ലെയിം ഉള്ളതാ, അപ്പൊ ആ ക്ലെയിം ഉള്ള ഹോസ്പിറ്റലിൽ നോക്കി പോകണ്ടേ നമ്മള്, എന്നാലേ നമുക്ക് അവിടെ അത് അവൈലബിൾ ആകുള്ളൂ. അപ്പൊ അത്തരം എൻലിസ്റ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണ് ഈ ക്ലെയിമുകൾക്ക് ലിസ്റ്റിൽ വന്നിരിക്കുന്ന തരത്തിലുള്ള ഹോസ്പിറ്റൽസിനെ അതാണ് ഉദ്ദേശിക്കുന്നത് പാനൽഡ് ഹോസ്പിറ്റൽസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അവിടെ നമുക്ക് എന്താ പറയാ ട്രീറ്റ്മെന്റ് കിട്ടുന്നു. മാത്രമല്ല ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലും ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നു. ബിക്കോസ് അവര് ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്. ആൻഡ് ഓൾസോ അവർക്ക് CGHS എന്ന് പറയുന്ന സ്കീം പ്രകാരം അങ്ങനെ കൊടുക്കേണ്ടത് നിർബന്ധമാണ്. പിന്നെ കവർ ഫോർ മെറ്റേണിറ്റി എക്സ്പെൻസസ്. സ്ത്രീകൾക്കാണെങ്കിൽ മെറ്റേണിറ്റി എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാനുള്ള കവറേജ് ഉണ്ട്. കവർ ഫോർ ആയുഷ് ട്രീറ്റ്മെന്റ്. ആയുഷിനെ എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞിരിക്കുന്നതാണ്. അത് പല എന്ന് പറയുമ്പോ എല്ലാ ട്രീറ്റ്മെന്റും കൂടി ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നതാണ് ആയുഷ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതിയിരിക്കുന്നത് അറിയാലോ. എയും വൈയും USH ഒക്കെ ഓരോ ട്രീറ്റ്മെന്റുകളുടെ വിഭാഗമാണ്. ആയുർവേദ വരുന്നുണ്ട്. യോഗ ആൻഡ് നാച്ചുറോപ്പതി എന്നുള്ളതാണ് Y എന്ന് പറയുന്നത്. യുനാനി U ആണ്. സിദ്ധ ആൻഡ് ഹോമിയോപ്പതി. ഏത് തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആയിക്കോട്ടെ അവിടെയൊക്കെ കവറേജ് ഉണ്ട്. ആയുഷ് എന്ന് ഒറ്റ വേർഡില് അത് എന്ത് ചെയ്യുന്നു, ചുരുക്കിയിരിക്കുകയാണ്. ആയുർവേദ, യോഗ ആൻഡ് നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ ആൻഡ് ഹോമിയോപ്പതി. ഏതിലായാലും അവർക്ക് കവറേജ് ഉണ്ടായിരിക്കും ഗവൺമെന്റ് എംപ്ലോയീസിന്. അപ്പൊ ഈ സ്കീം പ്രകാരം ഗവൺമെന്റ് എംപ്ലോയീസിന് ഏതൊക്കെ ബെനിഫിറ്റുകളാണ് കിട്ടുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. കവർ ഫോർ PPF, ട്രീറ്റ്മെന്റ്, മെഡിക്കൽ ചാർജസ്, അതായത് ഇൻഷുറൻസ് ഫോർ മെഡിസിൻസ്.
Our for consultation with a specialist and also at the government hospitals. Indoor treatment government hospitals and also empaneled hospitals and enlisted in the hospitals, government hospitals. Cover for family welfare services. Family welfare അവിടെയും അവർക്ക് അതായത് ഫാമിലിയിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള കവറേജുകൾ മെറ്റേണിറ്റി എക്സ്പെൻസുകളും മീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു സ്കീമിൽ. അതുപോലെ തന്നെ ആയുഷ് ട്രീറ്റ്മെന്റും കവർ ചെയ്യുന്നതാണ്. ക്ലിയർ ആയോ? ക്ലിയർ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ലല്ലോ? ഓക്കെ, നെക്സ്റ്റ് വൺ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഈ പറയുന്ന എന്താ പറയാ നമ്മുടെ CGHS അതിന്റെ തന്നെയാണ് ബാക്കി ഭാഗമുണ്ട്. ഇവിടെ ഈ CGHS സ്കീം ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം എടുത്തിരിക്കുന്ന ആളുകൾക്ക് ദേ ആർ പ്രൊവൈഡഡ് എ കാർഡ്. അവർക്ക് ഒരു കാർഡ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ കാർഡ് പ്രകാരമാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള ബെനിഫിറ്റുകളൊക്കെ അവൈലബിൾ ആക്കുന്നത്. അതായത് പ്രധാനമായിട്ട് ഒരു വൈറ്റ് കാർഡാണ്. വൈറ്റ് കാർഡില് ഓരോ കളറിലുള്ള സ്ട്രൈപ്സ് ഉണ്ടായിരിക്കും. സ്ട്രൈപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ വരകളെ, അതായത് ഓരോ വരയാണ്. ഈ വരയുടെ കളർ അനുസരിച്ച് ഈ കാർഡിന്റെ ബെനിഫിറ്റ് ലഭ്യമാക്കുന്നതിന്റെ കാര്യങ്ങൾ മാറുന്നുണ്ട്. കാർഡിലെ വരകളുടെ നിറം അനുസരിച്ച്. ആൻഡ് ആ വരകളുടെ നിറങ്ങൾ ഇങ്ങനെയാണ്: യെല്ലോ, ബ്ലൂ, റെഡ് ആൻഡ് ഗ്രീൻ ആണ്. 4 കളേഴ്സ് ഉണ്ട്. എല്ലാ വെളുത്ത കാർഡുമേ എല്ലാ 4 വരെയും കളർ ഇട്ട് വെച്ചേക്കല്ല, ഓരോ കളർ അനുസരിച്ച് മാറും. നമ്മളുടെ റേഷൻ കാർഡിന്റെ പ്രത്യേകത എന്താ? കാർഡുകൾ എല്ലാവർക്കും ഉണ്ട്, പക്ഷെ കാർഡുകളുടെ നിറങ്ങളിൽ വ്യത്യാസമുണ്ട്. അത് കാർഡ് ഫുള്ള് വ്യത്യാസമുണ്ട് അല്ലെ? വൈറ്റ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, യെല്ലോ ഉണ്ട്, റോസ് ഉണ്ട് അല്ലെ? അപ്പൊ ഈ 4 നിറത്തിലാണ്. ഇവിടെ അതുപോലെ തന്നെ ഈ കാർഡുകൾ വൈറ്റ് ആണെങ്കിലും ഇതിനകത്തുള്ള സ്ട്രൈപ്സിന്റെ നിറം വ്യത്യാസമുണ്ട്. സോ അക്കോർഡിംഗ് ടു ദ കളർ ഓഫ് ദ സ്ട്രൈപ്സ് വിച്ച് ഈസ് ഓൺ ദറ്റ് വൈറ്റ് കാർഡ്, ആ വൈറ്റ് കാർഡിലുള്ള സ്ട്രൈപ്സിന്റെ നിറം അനുസരിച്ച് ഓരോരുത്തർക്കും ഏതൊക്കെയാണ് വിഭാഗത്തിൽ വരിക എന്നാണ് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ CGHS ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളവർക്ക് ദേ വിൽ ബി പ്രൊവൈഡഡ് എ ID പ്ലാസ്റ്റിക് കാർഡ്. ഒരു പ്ലാസ്റ്റിക് കാർഡാണ് നമ്മൾ ഉപയോഗിക്കുന്ന ATM കാർഡ് ഒക്കെ പോലെ ഇരിക്കുന്ന ഒരു പ്ലാസ്റ്റിക് കാർഡാണ്. ഐഡന്റിഫിക്കേഷൻ കാർഡാണ് ഇതിന് പറയാ. കാരണം ഇന്ന ആളാണെന്ന് അറിയണ്ടേ? ഇന്ന വിഭാഗത്തിൽ വരുന്ന ഗവൺമെന്റ് എംപ്ലോയി ആണ്, അല്ലെങ്കിൽ ഇന്ന വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്നിട്ട് റിട്ടയർ ചെയ്ത ആളാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും ഒരേ കാർഡല്ല കൊടുത്തിരിക്കുന്നത്. ആ ആളുകളെ മനസ്സിലാക്കാൻ വേണ്ടി ഇന്ന വിഭാഗത്തിലാണ്. നമ്മൾ പറഞ്ഞല്ലോ ഏതൊക്കെ ആളുകൾക്കാണ് ഇപ്പൊ ഇവർ ഗവൺമെന്റ് എംപ്ലോയി ആണോ എന്ന്, എവിടെ ജോലി ചെയ്തിരുന്നു അതിന്റെയൊക്കെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാനായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതെല്ലാവരും കൊണ്ടുവരാൻ ഇതൊക്കെ റെഫർ ചെയ്തിട്ട് അങ്ങനെ കൊടുക്കാൻ പറ്റുന്നതാണോ? അല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആധാർ കാർഡുകളുണ്ട് അല്ലേ? ആധാർ കാർഡുകൾ നമ്മളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ആരാണ്, എവിടെയുള്ള ആളാണ്, എവിടെ സെറ്റിൽ ചെയ്തിരിക്കുന്നത് അല്ലെ, നമ്മുടെ സ്റ്റാറ്റസും മറ്റു കാര്യങ്ങളും ഒക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കാർഡാണ്. ഇപ്പൊ എല്ലാം അതിലേക്ക് നമ്മൾ ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങളും നമ്മുടെ ബാങ്ക് അക്കൗണ്ട്സ് ലിങ്ക് ചെയ്യുന്നു, ലൈസൻസ് ലിങ്ക് ചെയ്യുന്നു, അത് ലിങ്ക് ചെയ്യുന്നു, ഇത് ലിങ്ക് ചെയ്യുന്നു, എല്ലാം കൂടി ഒറ്റയാക്കാൻ വേണ്ടിയാണ്. കാരണം ഈ ഒരു ആധാർ കാർഡിന്റെ നമ്പർ വെച്ചിട്ട് നമ്മൾക്ക് എന്തൊക്കെയുണ്ട്, നമ്മൾക്ക് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് വരെ മനസ്സിലാക്കുന്ന രീതിയിലാണ് ഈ കാർഡ് ഡിസൈൻ ചെയ്തത്. അപ്പൊ ഒരു കാർഡ് കൊണ്ട് ഒരാളുടെ മൊത്തം ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. അതുപോലെ ഇവിടെ ഗവൺമെന്റ് എംപ്ലോയീസിന് ഇങ്ങനെ ഒരു കാർഡ് ഉണ്ടെങ്കിൽ ഇവർക്ക് ഏത് വിഭാഗത്തിൽ വരുന്നുള്ളവരാണെന്ന് ആ കാർഡിന്റെ വരയുടെ കളർ നോക്കി മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈച്ച് ആൻഡ് എവറി വൺ ഈ ഗവൺമെന്റ് എംപ്ലോയീസിന് ഇങ്ങനെ ഒരു കാർഡ് കൊടുത്തിരിക്കുകയാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. ഇനി അത് എന്താ പറയാ, ആ നമ്പറും അതുപോലെ കളർ വെച്ചിട്ടാണ് ദേ ക്യാൻ ഐഡന്റിഫൈ ദ മെമ്പർ. ഏത് വിഭാഗത്തിലെ ആളാണ് എന്ന് എന്ത് ചെയ്യാൻ പറ്റും? ആ നമ്പറും അതുപോലെ തന്നെ കളർ വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ആ 4 കളർ ഇതാണ്: യെല്ലോ, ബ്ലൂ, ഗ്രീൻ ആൻഡ് റെഡ് ആണ്. അപ്പൊ യെല്ലോ എല്ലാവർക്കും എഴുതിയിട്ടുള്ളതെന്ന് എവിടെ എഴുതിയിട്ടില്ലോ? നോക്കിയാൽ നിങ്ങള് ജേർണലിസ്റ്റ് ഓഫ് ആൻ ഓട്ടോണമസ് കമ്പനി. ഒരു ഓട്ടോണമസ് കമ്പനിക്ക് സ്വന്തമായിട്ട് അവരെ തന്നെ ഭരിക്കാൻ കഴിവുള്ള കമ്പനിയാണ്. ഓട്ടോണമസ് കമ്പനിയുടെ ഒരു ജേർണലിസ്റ്റ്. അപ്പൊ അങ്ങനെയുള്ളവർക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്? യെല്ലോ കളർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബ്ലൂ എന്ന് പറയുന്നത് സെർവിങ് ഗവൺമെന്റ് എംപ്ലോയി, അതായത് ഗവൺമെന്റിനെ സെർവ് ചെയ്തിരിക്കുന്ന ഒരു എംപ്ലോയിക്കുള്ളതാണ് ബ്ലൂ കാർഡ്. റെഡ് മെമ്പർ ഓഫ് ദ പാർലമെന്റ് അംഗങ്ങൾക്കാണ് റെഡ് കാർഡ് പ്രൊവൈഡ്. കാർഡ് അല്ല കേട്ടോ, കാർഡ് വൈറ്റ് ആണ്. അതിൽ ഈ വര കാണുമ്പോൾ റെഡ് കാണുമ്പോൾ അത് പാർലമെന്റ് മെമ്പർ ആണെന്ന് മനസ്സിലാക്കാം. ഗ്രീൻ ഒരു പെൻഷനർക്കുള്ളതാണ്, അല്ലെങ്കിൽ പെൻഷനർക്ക് മാത്രമല്ല എക്സ് ആയിട്ടുള്ള, അതായത് എക്സ് മീൻസ് റിട്ടയർഡ് ആയിട്ടുള്ള ഏതെങ്കിലും MP, മെമ്പർ ഓഫ് പാർലമെന്റ് പേഴ്സൺ, അല്ലാത്ത ജോലിക്കാരോ ഫ്രീഡം ഫൈറ്റേഴ്സ് അങ്ങനെയൊക്കെയുള്ളവർക്കൊക്കെയാണ് എന്ത് ഗ്രീൻ കാർഡ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഓരോ കാർഡിനും അതിൻ്റെതായ
എന്താ പറയാ ആളുകളുണ്ട് കേട്ടോ. എല്ലാത്തിനും കൂടി ഒരു കാർഡല്ല കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ കാർഡുകള് ആ ഒരു പാരഗ്രാഫ് ഫുള്ളും അതുപോലെ തന്നെ കാർഡും ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം കേട്ടോ. കാർഡുകളുടെ നിറങ്ങള് അത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓരോന്നോരോന്ന് അണ്ടർലൈൻ ചെയ്തേ. ഗ്രീനിന്റെ അവിടെ ഫ്രീഡം ഫൈറ്റർ വരെ മതി കേട്ടാ. ഫ്രീഡം ഫൈറ്റർ അത് കഴിഞ്ഞിട്ടുള്ളത് വേണ്ട. അണ്ടർലൈൻ ചെയ്തോ? പിന്നെ ഇവിടെ ഒരു സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്യണേ. വാട്ട് ഈസ് എ CGHS കാർഡ് എന്ന് പറയുന്നത് പറഞ്ഞിട്ടില്ലേ? അത് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് ഓൾ CGHS beneficiaries and their dependents with a photo ID plastic card called CGHS card by the government of India. അവിടെ വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ. ഇനി ഈ ഗ്രീൻ കാർഡ് പെൻഷനർക്കും ex-MP മെമ്പേഴ്സിനും ഒക്കെയാണ്, ഫ്രീഡം ഫൈറ്റേഴ്സിനും ഒക്കെയാണെന്ന് പറഞ്ഞു. ഇനി ഈ CGHS കാർഡിന്റെ വാലിഡിറ്റി ഇല്ലേ, അൺടിൽ ദ ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ്, അതായത് അതിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത് റിട്ടയർമെന്റ് ഡേറ്റ് വരെയാണ്. പക്ഷേ വി കൻ എക്സ്റ്റെൻഡ് അതിന്റെ ആ വാലിഡിറ്റി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. വാലിഡിറ്റി പോസ്റ്റ് റിട്ടയർമെന്റ് പീരീഡിലേക്കും അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂഷൻ ഫോർ എ ഇയർ ബിഫോർ ദ കംപ്ലീഷൻ. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ റിട്ടയർമെന്റ് ഡേറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം. അപ്പൊ പോസ്റ്റ് റിട്ടയർമെന്റ് പീരീഡിലേക്കുള്ള ബെനിഫിറ്റ് നമുക്ക് ഈ ഒരു കാർഡ് വഴി എന്താകാം, അവൈൽ ചെയ്യാവുന്നതാണ് എന്നാണ് ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സിന്റെ പ്രത്യേകത. ഓക്കെ, ഗ്രീൻ കാർഡിനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ പറയുന്ന CGHS കാർഡുകൾക്ക് എല്ലാം തന്നെ എല്ലാ കാർഡുകൾക്കും എന്താണ് വാലിഡിറ്റി റിട്ടയർമെന്റ് ആണ്. പോസ്റ്റ് റിട്ടയർമെന്റ് പീരീഡുകളിലേക്ക് ഇത് കിട്ടണമെങ്കിൽ നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കണം എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ക്ലിയർ ആയോ? CGHS അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചത് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്, രണ്ടാമത്തേത് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ്, മൂന്നാമത്തേത് CGHS എന്ന് പറയുന്ന സ്കീമാണ്. ക്ലിയർ? അടുത്തതിലേക്ക് പോയാലോ? അടുത്ത സ്കീമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് RSBY. ഇതെനിക്ക് തോന്നുന്നത് കുറെ പേർക്കൊക്കെ അറിയാവുന്ന ഒരു സ്കീമാണെന്ന് തോന്നുന്നു അല്ലെ. RSBY കാർഡ് എന്ന് കേട്ടിട്ടില്ലേ? RSBY കാർഡ് രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന അല്ലെ. അതൊരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഇത് അധികം നാളുകളൊന്നും ആയിട്ടില്ല തുടങ്ങിയിട്ട്. 2008 ഒരുപാട് പേർക്ക് ഇതിന്റെ ബെനിഫിറ്റ് അവൈലബിൾ ആക്കുന്ന ഒരു സ്കീം തന്നെയാണ്. ഒരുപാട് പേര് ഹെൽത്ത് ഇൻഷുറൻസിൽ ഇത്തരം ഇൻഷുറൻസ് എടുത്തിട്ട് പലതരത്തിലുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾക്കൊക്കെ ചെല്ലുമ്പോൾ കാർഡ് ഉണ്ടോന്ന് അവിടെ ചോദിക്കും. അപ്പൊ ഉണ്ട്, കാർഡാണ്, ആ കാർഡാണിത്. RSBY കാർഡ് എന്ന് പറഞ്ഞിട്ട് എന്ത് രോഗങ്ങൾക്ക് നമുക്ക് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പോകാൻ പറ്റുന്ന അത് കൂടുതലും പുവർ ഫാമിലീസ്, ദാറ്റ് മീൻസ് BPL ഫാമിലീസിനെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു സ്കീം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത്. അതിന്റെയും ഇമ്പോർട്ടന്റ് ആണ് അതിന്റെ എക്സ്പാൻഡഡ് ഫോമും ഷോർട്ട് ഫോമും ഒക്കെ. അതുകൊണ്ട് അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്ക്. രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന RSBY എന്ന് അണ്ടർലൈൻ ചെയ്യാം. അപ്പൊ നമുക്കിനി അടുത്ത സ്കീം എന്താന്ന് നോക്കാം. അപ്പൊ എന്താണ് രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന എന്ന് പറയുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1 ഏപ്രിൽ 2008 2008 ഏപ്രിൽ 1 RSBY എന്ന് പറയുന്ന ഒരു സ്കീം, അങ്ങനെ ഒരു പോളിസി നിലവിൽ വന്നത്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് ആണ്. ഓരോന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണെന്നുള്ളതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ആ ഫസ്റ്റ് പാരഗ്രാഫ് മോസ്റ്റ്ലി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മുടെ തൊട്ട് മുന്നിൽ പഠിച്ചത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്ത പദ്ധതി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നിലും ഉണ്ട് പ്രത്യേകത. ഇത് മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്.
അത് ബിലോ പോവർട്ടി ലെവൽ, അതായത് BPL ഫാമിലീസിനാണ് കൂടുതലും സ്പെഷ്യലി ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. That means those who are working under unorganized sectors of India. ഇന്ത്യയിലെ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള, അതായത് ഗവൺമെന്റ് ഒന്നുമല്ല, ഓർഗനൈസേഷൻ ഒന്നും അത്ര വലിയ എന്താ പറയാ അഫിലിയേഷൻ ഒക്കെ പോലെയുള്ളതൊന്നും അല്ലാത്ത അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള സംരംഭങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് BPL ഫാമിലീസിന് ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പോളിസിയാണ്. ഏതൊക്കെയാണ്? ഡേറ്റ് 1 ഏപ്രിൽ 2008 ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്താണ്, എവിടെ നിന്നാണ് അത് ഇൻട്രൊഡക്ഷൻ വന്നിരിക്കുന്നത്? മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലാണ്. ബിലോ പോവർട്ടി ലെവൽ ഉദ്ദേശിച്ചിട്ടാണ്, ഫാമിലി ഉദ്ദേശിച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. RSBYയുടെ ഫുൾ ഫോം ഉണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡേറ്റ് ഉണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണെന്നുണ്ട്, ആർക്ക് വേണ്ടിയുള്ളതാണെന്ന്. അത്രയും കാര്യങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യാം. അണ്ടർലൈൻ ചെയ്യുന്നതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ചെയ്തോ? ഓക്കെ, സിമ്പിൾ ആണ്, വലിയ കാര്യങ്ങളൊന്നും അധികമൊന്നും ഇല്ല. ഇതൊക്കെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇനി അവൈലബിൾ ആയിട്ടുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്? രാഷ്ട്രീയ ബീമ യോജന പദ്ധതി പ്രകാരം എന്തൊക്കെ ബെനിഫിറ്റുകളാണ് ഈ ഒരു കവറേജ് കൊണ്ട് നമുക്ക് കിട്ടുന്നത്? അവിടെ നോക്കുക, നിങ്ങൾക്ക് തന്നിരിക്കുന്നത് തന്നെയാണ്. 30,000 ഫോർ എ വർക്കർ, അതായത് ഒരു ഇൻഷുർ ചെയ്തിരിക്കുന്ന ജോലിക്കാരന് 30,000 രൂപ. അൺഓർഗനൈസ്ഡ് അല്ലെങ്കിൽ അവരുടെ ഫാമിലീസിന്, അൺഓർഗനൈസ്ഡ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് 30,000 രൂപ വരെ കവറേജ് കൊടുക്കുന്നുണ്ട്. 30,000 രൂപയാണ് അവർക്ക് കിട്ടുന്ന കവറേജ്. പിന്നെ കവർ ഫോർ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ്, 30,000 രൂപയ്ക്ക് പുറമെ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളൊക്കെ വന്നിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ചെലവുകൾ മീറ്റ് ചെയ്യാനുള്ളത്. കവർ ഫോർ ഓൾ ഡിസീസസ് എക്സിസ്റ്റിംഗ് ഏർലിയർ, നേരത്തെ ഉള്ള അസുഖങ്ങൾക്കാണെങ്കിൽ കൂടിയും. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോ ചില സാധാരണ ഇൻഷുറൻസ് പോളിസീസ് ആണെങ്കിൽ നമുക്ക് നിലവിൽ ഉണ്ടായിരുന്ന അസുഖങ്ങൾക്ക് നമുക്ക് പോളിസി തരുന്നതല്ല, കവറേജ് തരുന്നതല്ല. പക്ഷെ ഇവിടെ എല്ലാ ഡിസീസസിനും, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസീസസിനും വരെ നമുക്ക് ഇവിടെ കവറേജ് കിട്ടുന്നുണ്ട്. പിന്നെ കവറിംഗ് ഫോർ ഷിഫ്റ്റിംഗ് എക്സ്പെൻസസ്, അതായത് 1000 രൂപ വരെ എന്താണ് ഷിഫ്റ്റിംഗ് ആയിട്ട്, അതായത് ഒരു സ്ഥലത്തും മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ടുള്ള ചെലവുകൾ അങ്ങനെ അവർക്ക് എക്സ്പെൻസ് ആയിട്ട് ക്യാഷ് ആയിട്ട് അവർക്ക് കിട്ടുന്നുണ്ട്. ക്യാഷ്ലെസ് ആയിട്ടുള്ള ഇൻഷുറൻസ്, ക്യാഷ് അല്ലാതെയുള്ള പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. പ്രീമിയം ഓഫ് ₹30 പെർ ആനം, ഒരു വർഷത്തില് 30 രൂപ വെച്ചിട്ട് പെർ ആനം ഇവര് അടച്ചാൽ മതി. 30 രൂപ വർഷത്തിലാണ് കേട്ടാ, ഇയർ ഒന്നുമല്ല. അപ്പൊ ഒരു പ്രീമിയം ഇവർക്ക് അടയ്ക്കേണ്ടി വരുന്ന ആകെ വരുന്ന ചെലവ് ഒരു വർഷത്തില് 30 രൂപയാണ്. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ബെനിഫിറ്റുകളാണ്. വളരെ എന്താ പറയാ, വളരെ ലഘുവായ രീതിയിലുള്ള, മാത്രമല്ല അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ് ആകുമ്പോൾ അവർക്ക് നമുക്കറിയാം അത് ബിലോ പോവർട്ടി ലെവൽ ഫാമിലീസ് തന്നെയാണ്. അപ്പൊ അവർക്ക് എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയാലും മാത്രമേ അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഗവൺമെന്റ് എംപ്ലോയീസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വലിയ വലിയ ഓർഗനൈസേഷനിൽ വലിയ ഹ്യൂജ് എമൗണ്ട് ഓഫ് സാലറി പറ്റുന്നവരൊന്നും അല്ല. അവർക്ക് ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കേണ്ടി വരും. ഇപ്പൊ 30,000 രൂപ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ് വർക്ക് ചെയ്യുന്നവർക്ക് ഒരു സം അഷ്വർ ചെയ്തിട്ടുണ്ട്. ആ പൈസ കിട്ടുന്നു, അവർ ഹോസ്പിറ്റലൈസേഷൻ ചെലവുകൾ കിട്ടുന്നു, നിലവിലുള്ള ജോലി എന്താ പറയാ ഹെൽത്ത് ഇഷ്യൂസിനൊക്കെ, രോഗങ്ങൾക്കുള്ള ഇത് ചെലവ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്നു. പിന്നെ 1000 രൂപ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്യാഷ്ലെസ് ഇൻഷുറൻസ് കിട്ടും. അത് പുറമെ ഹോസ്പിറ്റലൈസ് ചെലവ് മാത്രമല്ല ക്യാഷ് ആയിട്ടല്ലാതെയും കിട്ടുന്നുണ്ട്. പ്രീമിയം 30 രൂപയാണ് ഇതിനകത്ത് പെർ ആനമായിട്ട് വരുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? എന്തെങ്കിലും ഒന്ന് വായിച്ചു നോക്കിയാ അത്രയും ഭാഗം. CGHS കാർഡ് തുടങ്ങി ഒന്ന് വായിക്കണേ. CGHS കാർഡിന്റെ അവിടെ തുടങ്ങി ഒന്ന് വായിച്ചു നോക്കാം.
വായിച്ചല്ലോ, കഴിഞ്ഞില്ലേ? അടുത്തതിലേക്ക് പോകാം. ഓക്കെ, അടുത്തത് എക്സാമ്പിൾസ് ഫോർ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസ് ആണ് കേട്ടോ. ഇൻഷുറൻസ് കമ്പനികളുടെ പേര് ഒന്നാമത്തെ പേജിൽ നമ്മൾ പഠിച്ചു കേട്ടോ. കുറച്ച് ഇൻഷുറൻസ് കമ്പനികളുടെ പേരുകൾ. ഇവിടെ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളാണ് പ്രൈവറ്റ് ആയിട്ടുള്ളത് കേട്ടോ. ഗവൺമെന്റിന്റെ അല്ല, ഗവൺമെന്റിനെയാണ് ഇപ്പൊ നമ്മൾ കുറച്ച് പഠിച്ചത്. ഏതൊക്കെ പഠിച്ചു? സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്, CGHS അല്ലെ, സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം പഠിച്ചു. ESI എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ്, RSBY അതൊക്കെ ഗവൺമെന്റ് സെമി ഗവൺമെന്റ് ബോഡീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന തരത്തിലുള്ള ഇൻഷുറൻസ് പ്ലാനുകളാണ്. ഓക്കെ, അതൊക്കെ വളരെ ലോ റേറ്റ്, ലോ കോസ്റ്റിലൊക്കെ ആയിരിക്കും. ഇനി പ്രൈവറ്റ് ആയിട്ടുള്ള ചില ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ ഉണ്ട്. അത് ഇന്ന് ഉദാഹരണങ്ങൾ, ആ ഉദാഹരണങ്ങൾ ഒന്ന് ടിക്ക് ഇട്ട് വെച്ചോട്ടെ. ചിലപ്പോ ഒന്ന് രണ്ടെണ്ണമൊക്കെ നിങ്ങൾക്ക് 2-3 തന്നിട്ട് ഇതിലേതാണ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസിൽ വരിക പ്രൈവറ്റ് ആയിട്ടുള്ളത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. സ്റ്റാർ ഫാമിലി ഹെൽത്ത്, ഒപ്റ്റിമ പ്ലാൻ, അതിന്റെ പേര് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. ടാറ്റ AIG മെഡിക്കെയർ പ്ലാൻ ആണ്. റിലയൻസ് ക്രിട്ടിക്കൽ ഇൽനെസ് മെഡിക്കൽ ഇൻഷുറൻസ് ആണ്. മണിപ്പാൽ സിഗ്ന പ്രോ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ബജാജ് അലയൻസ് ഹെൽത്ത് ഗാർഡ് ആണ്. ഭാരതി ആക്സ സ്മാർട്ട് സൂപ്പർ ഹെൽത്ത് പ്ലാൻ ആണ്. ഇങ്ങനത്തെ ഒരു 6 പ്ലാനുകളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള പ്ലാനുകളുടെ പേരുകൾ അവിടെ മെൻഷൻ ചെയ്ത് പറഞ്ഞിരിക്കുന്നത് കൊണ്ടും പിന്നെ തന്നെയല്ല ക്വസ്റ്റ്യൻസ് കണ്ടേക്കുന്നത് കൊണ്ടും നിങ്ങളതൊന്ന് ടിക്ക് ചെയ്ത് വെച്ചേക്കാം. ഏതൊക്കെയാണ് പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസിനകത്ത് വരുന്നത്? സ്റ്റാർ ഫാമിലി ഹെൽത്ത്, ഒപ്റ്റിമ പ്ലാൻ, ടാറ്റ AIG മെഡിക്കെയർ പ്ലാൻ, റിലയൻസ് ക്രിട്ടിക്കൽ ഇൽനെസ് ഇൻഷുറൻസ് ആണ്. മണിപ്പാൽ സിഗ്ന പ്രോ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ബജാജ് അലയൻസ് ഹെൽത്ത് ഗാർഡ്, അതുപോലെ തന്നെ ഭാരതി ആക്സ സ്മാർട്ട് സൂപ്പർ ഹെൽത്ത് പ്ലാൻ. ക്ലിയർ ആയോ? അടുത്തത് പറഞ്ഞോട്ടെ, ടിക്ക് ചെയ്ത് വെച്ചേക്ക പ്ലാനുകളുടെ പേരുകൾ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഫോർ ഹെൽത്ത് ഇൻഷുറൻസ്. ഇനി ഈ ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടിയിട്ടുള്ള തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ആരായിരിക്കും? അതായത് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ അതൊരു കമ്പനി ആകാം, ഏജൻസി ആകാം, ഓർഗനൈസേഷൻ ആകാം. അതായത് ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി IRDA ലൈസൻസ് കിട്ടിയവരാണ്. എന്തിനു വേണ്ടിയിട്ട്? ടു പ്രോസസ് ദ ക്ലെയിം ഇൻ അഡീഷൻ ടു പ്രൊവൈഡ് ക്യാഷ്ലെസ് ഫെസിലിറ്റീസ്. അതായത് നമ്മളിപ്പോ ഒരു പോളിസി എടുത്തു, നമ്മളുടെ പോളിസിക്ക് നമ്മൾ അതിന്റെ മെച്യൂരിറ്റി ഡേറ്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇൻസിഡന്റുകൾ നമുക്ക് ലൈഫിൽ ഉണ്ടാകുമ്പോൾ അതിന് വേണ്ടിയിട്ട്, ആ ഒരു ക്ലെയിമിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യും അല്ലെ, നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ആ ക്ലെയിമിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ലൈസൻസ് കിട്ടിയിരിക്കുന്ന ഒരു ഗ്രൂപ്പ്. ആ ഗ്രൂപ്പ് ഒരു വ്യക്തി, അഡ്മിനിസ്ട്രേറ്റർ ആകാം, അല്ലെങ്കിൽ ഒരു കമ്പനി ആകാം, ഒരു ഏജൻസി ആകാം, ഒരു ഓർഗനൈസേഷൻ ആകാം. അങ്ങനെ ലൈസൻസ് IRDA പ്രകാരം കിട്ടിയിരിക്കുന്ന ആ ഒരു എന്താ പറയാ ഗ്രൂപ്പിനെയോ അല്ലെങ്കിൽ കമ്പനിയെയോ ഏജൻസിയെയോ ഓർഗനൈസേഷനെയോ ആണ് നമ്മൾ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ TPA എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ, അതിന്റെ പേര് അതുപോലെ അതിന്റെ ഷോർട്ട് ഫോം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ആൻഡ് അതെന്താണെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് ആ സെന്റൻസ് കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. എവിടെ വരെ മതി എന്ന് അറിയാമോ? ടു പ്രോസസ് ക്ലെയിംസ്, അവിടെ വരെ മതി. ഇതാണ് TPA or third party administrator is a company or agency or organization that holds a license from Insurance Regulatory Development Authority to process claims. അത്രയും നിൽക്കട്ടെ, അവിടെ മതി. ആ ഒരു സെന്റൻസ് അങ്ങനെ തന്നെ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. മനസ്സിലായോ? എന്താണ് TPA? തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്താണെന്ന് മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഈ കാണുന്നത് അപ്പൊ തന്നെ പറയുന്നത് എന്താന്ന് വെച്ചാൽ പിന്നെ ചിലപ്പോ മറന്നു വിട്ട് അങ്ങോട്ട് താഴേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അതിന്റെയൊക്കെ. ഇനി അപ്പൊ അങ്ങനെയാണെങ്കിൽ what is the function of TPA? ഈ പറയുന്ന തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്ററുടെ പ്രധാനപ്പെട്ട ജോലി എന്താണ്, അല്ലെങ്കിൽ ആ ഒരു ഏജൻസിയുടെ, ആ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷനിങ് എന്തായിരിക്കാം? They
function as an intermediary between the insurance provider and the insurer. അല്ലെ, നമുക്ക് അറിയാം ഇത് ഇവര് അപ്പൊ എന്തായിരിക്കും ചെയ്യാ, നമ്മളിപ്പോ ക്ലെയിം, ഇപ്പൊ ഞാനൊരു പോളിസി എടുത്തിരിക്കുന്ന ആള്, അപ്പൊ എനിക്ക് അതിന്റെ പൈസ അവൈൽ ആകാനുള്ള സമയമായി, മെച്യൂരിറ്റി ആയി കഴിഞ്ഞാൽ ഞാൻ അതിന് ക്ലെയിം ചെയ്യുന്നു. അപ്പൊ ആ ഒരു ക്ലെയിമിന് എനിക്ക് എന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല. സോ ഐ ക്യാൻ വിസിറ്റ് എ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ. അങ്ങനെയുള്ള കമ്പനികളെ, ഏജൻസിനെയോ അല്ലെങ്കിൽ ഓർഗനൈസേഷനെയോ നമുക്ക് സമീപിക്കാം. എന്റെ മെച്യൂർഡ് ആയിട്ടുള്ള എനിക്ക് അതിന്റെ ഇതെന്താന്ന് വെച്ചാൽ ക്ലെയിം കിട്ടണം എന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നത് ഇവരായിരിക്കും. അപ്പൊ ഇവരെന്ന് പറയുന്നത് ആരാണ്? ഇൻഷുർഡിനെയും ഇൻഷുറൻസ് പ്രൊവൈഡറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇന്റർമീഡിയറ്റ്. മനസ്സിലായോ? ഇൻഷുറൻസ് കമ്പനിയെയും ഇൻഷുറൻസ് പ്രൊവൈഡറെയും അതുപോലെ തന്നെ ഇൻഷുർഡിനെയും. ആരാണ് ഇൻഷുർ ചെയ്തിരിക്കുന്നത്? ഇപ്പൊ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ ഞാനാണ് ഇൻഷുർഡ്, എന്നെയും ഇൻഷുറൻസ് കമ്പനിയും, ഞാൻ ഇങ്ങനെ എന്റെ ക്ലെയിം നേരിട്ട് ചെയ്യാതെ തേർഡ് പാർട്ടിക്ക് കൊടുത്തു കഴിയുമ്പോൾ അവരത് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അവരാണ് അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ പേപ്പർ വർക്ക്സും മറ്റു കാര്യങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അതെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആ ക്ലെയിം വാങ്ങിച്ചു തരുന്നത് വരെ നമ്മളോടൊപ്പം കൂടെ നിൽക്കുന്നു. ആ ഒരു എന്താ പറയാ, ഉള്ളിലുള്ള കാര്യങ്ങൾ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യുന്നത് ഇവരായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെ നമുക്കൊരു ഇന്റർമീഡിയറി എന്ന് വിളിക്കാം. എന്താ ഇന്റർമീഡിയറി എന്ന് വെച്ചാൽ ഇടനിലക്കാരെ എന്ന് പറയില്ലേ നമ്മള്, ബ്രോക്കേഴ്സ് എന്നൊക്കെ നമ്മൾ ചില എല്ലായിടത്തും ബ്രോക്കേഴ്സ് എന്ന് പറയുന്ന വേർഡല്ല നമ്മൾ ഉപയോഗിക്കാം. പല ചില കാര്യങ്ങൾക്ക് ആ ഇന്റർമീഡിയറി ആയിട്ടുള്ളവരെ ഇന്റർമീഡിയറി എന്ന് തന്നെ വിളിക്കാം, ലിങ്കർ എന്ന് വിളിക്കാം, അല്ലെ, ബ്രോക്കേഴ്സ് എന്ന് വിളിക്കാം, അല്ലെ, ഏജന്റ് എന്ന് വിളിക്കാം. അപ്പൊ ഇടയ്ക്ക് വരുന്നവരാണ്, അതായത് ഈ രണ്ട് കണ്ണികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നവരാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫംഗ്ഷനാണ് TPA ക്ക് ഉള്ളത്. അപ്പൊ അത് എന്താ പറയാ, ഇതിനകത്ത് അപ്പൊ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ആ ഒരു പ്രോസസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ഇൻഷുറൻസ്, അതായത് ഹെൽത്ത് പ്രൊവൈഡേഴ്സ് ആൻഡ് ഓൾസോ പോളിസി ഹോൾഡേഴ്സ്. ഇവരൊക്കെ ആയിട്ട് ഈ പറയുന്ന തേർഡ് പാർട്ടിക്ക് ഒരു ബന്ധം ഉണ്ടായിരിക്കും. ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുമായിട്ടുണ്ടായിരിക്കും, പോളിസി ഹോൾഡറുമായിട്ടുണ്ടായിരിക്കും, പിന്നെ അതിന് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുന്ന ഹെൽത്ത് കെയർ കൊടുക്കുന്ന പ്രൊവൈഡേഴ്സ്, ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇവരൊക്കെയാണ് ഇതിന്റെ ഉള്ളിൽ വരിക. ഈ തേർഡ് പാർട്ടി ക്ലെയിം കിട്ടേണ്ട ആ ഒരു സമയത്ത് ഇതിനകത്ത് വരുന്ന പാർട്ടീസിന്റെ പേരുകളാണ് പറഞ്ഞേക്കണേ. ഇൻഷുറൻസ് മീൻസ് ദ ഇൻഷുറൻസ് കമ്പനി, അതുപോലെ തന്നെ ഹെൽത്ത് പ്രൊവൈഡേഴ്സ് ആൻഡ് ഓൾസോ ദ പോളിസി ഹോൾഡേഴ്സ്. അപ്പൊ ആ മൂന്നെണ്ണം നമ്മൾ ടിക്കഡ് ആ TPAയുടെ ഫംഗ്ഷനും ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ആ മൂന്ന് സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ പേരുകളും TPAയുടെ ഫംഗ്ഷനും അണ്ടർലൈൻ ചെയ്യുക. അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ. അടുത്ത ടോപ്പിക്, what all are there in TPA and what do they do? എന്താണ് ഈ TPA? തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്തൊക്കെയാ ചെയ്യുന്നത്, ആരൊക്കെയാണ് അവര് എന്നൊക്കെയാണ് നമ്മൾ ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത്. പക്ഷെ നമുക്കൊരു 2 മിനിറ്റ് ബ്രേക്ക് ആണ് കേട്ടോ. ഒരു കുറച്ച് തീരുന്നത് വരെ ഞാൻ എടുക്കും, ബാക്കിയുള്ള സമയമായിരിക്കും രമ്യ മിസ് വന്ന് എടുക്കുക. എന്റെ ടോപ്പിക് രമ്യ മിസ്സിന്റെ എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് ചാപ്റ്റർ ആണ്. എനിക്കൊരു കുഞ്ഞൊരു ചാപ്റ്റർ കൂടി ഇവിടെ കിടക്കുന്നുണ്ട്, നമ്മുടെ ടീച്ചറുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ്. പുള്ളിക്കാരിയുടെ ടോപ്പിക്കുകൾ തീരില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഷെറീന മിസ്സിന്റെ ഒരു ടോപ്പിക് എടുത്തേക്കുന്നതാണ്. ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു ചെറിയ ചാപ്റ്റർ കൂടി എനിക്ക് എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ടീച്ചറുടെ രമ്യ മിസ്സിന്റെ കുറച്ച് സമയം ഞാൻ കടം വാങ്ങിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇച്ചിരി നേരം ഒരു 12 മണി വരെ കേട്ടോ എടുക്കും. അപ്പൊ അതിന് ഒരു 5 മിനിറ്റ് നിങ്ങളൊന്ന് എഴുന്നേറ്റൊക്കെ നടന്നൊക്കെ ഒന്ന് ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് ഓടിയൊക്കെ നടന്നിട്ട് ഓടി പോകാൻ കേട്ടോ. 5 മിനിറ്റ് തികയൊന്നുമില്ല, 1-2 മിനിറ്റേ ഉള്ള, 2-3 മിനിറ്റ് അത്രേ ഉള്ളേ. വേഗം വരണം എല്ലാവരും. 45 പേര് ഇവിടെ ഉണ്ട്. അത്രയും പേര് തന്നെ എനിക്ക് പറഞ്ഞവരെ ഞാൻ നോക്കിയിരിക്കും. ഒരു 3 മിനിറ്റ്. ഓക്കെ. യെസ്.
പോയവരൊക്കെ വന്നോ? കുറച്ചു പേരെ കാണാനുണ്ടല്ലോ. 7 പേരെ കാണാനുണ്ട്. വേഗം വാ, വേഗം വാ. ബോറടിക്കണ്ടല്ലോ എന്ന് ചോദിച്ചില്ല. പക്ഷെ ഇത് ബോറടിക്കുന്നൊന്നുമല്ല. ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിലൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഇൻഷുറൻസിനെ സംബന്ധിച്ച് നമുക്ക് ചിലപ്പോ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയണമെന്നൊന്നുമില്ല. ഇപ്പോഴും നമുക്ക് നമ്മളുടെ ഇൻഷുറൻസിന്റെ ഒക്കെ കാർഡുകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളത് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അത് നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മൾ അതിന് ആരെ സമീപിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണം. പിന്നെ മാത്രമല്ല ഇതിന്റെയൊക്കെ ബെനിഫിറ്റുകളൊക്കെ ഇന്നതൊക്കെ ഉണ്ടെന്നും നമ്മൾ അറിയണം. ഓക്കെ, തുടങ്ങാം. യെസ്, തുടങ്ങാം. 2-3 പേരെ കൂടി കാണാനുണ്ട്. ഞാൻ അതായി നോക്കിക്കൊണ്ടിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ തേർഡ് പാർട്ടി ഹെൽത്ത് ഇൻഷുറൻസ്. തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു കമ്പനി ആകാം, ഒരു ഏജൻസി ആകാം, ഒരു ഓർഗനൈസേഷൻ ആകാം. IRDA പ്രകാരം എന്താണ് ചില ആളുകൾക്ക് ഇങ്ങനെ ഒരു ലൈസൻസ് കൊണ്ടുവച്ചിട്ടുണ്ട്. അതായത് ആളുകൾ, അതായത് ഇൻഷുർഡ് പോളിസി ഹോൾഡേഴ്സ് when they claim their amount, അവരുടെ എമൗണ്ട് ക്ലെയിം ചെയ്യുന്ന സമയത്ത് അതിന്റെ ബാക്കി പ്രൊസീഡിങ്സ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് അധികാരപ്പെടുത്തിയിരിക്കുന്ന ആളുകളാണ് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനി, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആൻഡ് ഓൾസോ ദ പോളിസി ഹോൾഡേഴ്സ്. തീർച്ചയായിട്ടും ഇവരെയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ചെയ്യേണ്ട വ്യക്തികളാണ് നമ്മുടെ TPA, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. And also they are the intermediary between the insurance holder and also the insurance provider. ഇൻഷുറൻസ് ഹോൾഡ് ചെയ്തിരിക്കുന്ന ആൾ, അതായത് ഇൻഷുർഡും അതുപോലെ പോളിസി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ആള്, ഇൻഷുറൻസ് കമ്പനിയും തമ്മിലുള്ള ഒരു ഇന്റർമീഡിയറി കൂടിയാണ് TPA എന്ന് പറയുന്നത്. അങ്ങനെ പ്രവർത്തിക്കുന്നത്. ഇനി ആരാണ് TPA, എന്താണ് അവർ ചെയ്യുന്നത്, അടുത്ത ടോപ്പിക് അതാണ്. ഓക്കെ, അക്കോർഡിംഗ് ടു IRDA അവർ പറയുന്നത് TPA എന്ന് പറയുന്നത് ഷുഡ് മെയിൻറ്റെയിൻ ദെയർ ഓൺ ഹൗസ് മെഡിക്കൽ ഡോക്ടേഴ്സ്. അതായത് അവരുടെ ഹൗസിൽ തന്നെ, എന്ന് വെച്ചാൽ അവരുടെ അകത്ത് തന്നെ they should hold a medical doctor. തീർച്ചയായിട്ടും ഒരു ഡോക്ടർ അവരുടെ കീഴിലുണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും ഒരു ഇൻഷുർഡ്, അതായത് ഒരു പോളിസി ഹോൾഡർ അവരെ സമീപിച്ച് അവർക്ക് വേണ്ട സഹായം വേണമെങ്കിൽ ചോദിച്ചേക്കാം. അപ്പൊ തങ്ങൾക്ക് അറിയാവുന്ന ഒരു ഡോക്ടർ എപ്പോഴും അവരുടെ കയ്യിൽ ഒരാള് ഉണ്ടായിരിക്കണം, അവരുടെ ലിസ്റ്റിൽ ഉണ്ടായിരിക്കണം. അവർ മാത്രം മതിയോ? പോരാ, പിന്നെയും കുറെ ആൾക്കാരുടെ പേരുകൾ പറഞ്ഞിട്ട് ഹോസ്പിറ്റൽ മാനേജേഴ്സ്, ലീഗൽ എക്സ്പേർട്സ്, ഇൻഷുറൻസ് കൺസൾട്ടൻസ്, ഇൻഫോർമേഷൻ ടെക്നോളജി, അതായത് നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ IT മേഖലയിലെ പ്രൊഫഷണൽസ്, മാനേജ്മെന്റ് കൺസൾട്ടൻസ്, ഇവരെ എല്ലാവരും ആരുടെ ഹൗസിനകത്ത് അവരുടെ ആ ഒരു എന്താ പറയാ വലയത്തിനുള്ളിൽ ഉണ്ടാകണം. ആരുടെ വലയത്തിനുള്ളിൽ? TPAയുടെ. അപ്പൊ നമ്മുടെ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഇൻ ഹൗസിൽ വേണ്ട ആളുകളുടെ ലിസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. മെഡിക്കൽ ഡോക്ടർ, മീൻസ് ഒരു രജിസ്റ്റേർഡ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ഓഫ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ഡോക്ടർ. നമ്മുടെ ഇന്ത്യൻ മെഡിക്കൽ ഓഫ് കൗൺസിലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സിൽ ആരെങ്കിലും ഒരാൾ വേണമെന്ന്, രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ വേണം. ലീഗൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾക്ക് ഫോർവേഡ് ചെയ്യണമെങ്കിൽ ലീഗൽ എക്സ്പേർട്ടുകൾ വേണം. ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി കൺസൾട്ടൻസ് വേണം. പിന്നെ മാത്രമല്ല നമ്മുടെ ഇൻഫോർമേഷൻ, നമ്മുടെ IT മേഖലയിൽ IT പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകളുമായിട്ടുള്ള അവരും ഇവരുടെ കയ്യിൽ വേണം. അതുപോലെ തന്നെ മാനേജ്മെന്റ് കൺസൾട്ടൻസ്, ഇവരെല്ലാവരും തങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കണം. കാരണം എപ്പോൾ വേണമെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവരിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഓടിപ്പോയി ആ നേരത്തെ അന്വേഷിച്ച് നടക്കാൻ പറ്റില്ല എന്ന്. അപ്പൊ അവരുടെ കൂടെ ഉണ്ടായിരിക്കണം. ഇപ്പൊ അങ്ങനെയുള്ള ചില ഏജൻസികള് പല കാര്യങ്ങളും നടത്തുമ്പോൾ അവരോടൊപ്പം ഇങ്ങനെയുള്ള ചില ആളുകളെ ചേർത്ത് നിർത്തും. കാരണം നമുക്ക് ആ സിറ്റുവേഷനിൽ നമ്മൾ എവിടെയാണോ നമുക്ക് ആരെയൊക്കെയാണോ ആവശ്യം വേണ്ടത് അന്നേരം പോയി ഓടിയിരുന്ന് കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇവരൊക്കെ
ഇവരുടെ ഇൻ ഹൗസിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. ഇനി ഈ പ്രൊഫഷണൽ ഹാവ് ടു മേക്ക് സം റിലേഷൻ ബിറ്റ്വീൻ ദ കസ്റ്റമേഴ്സ്, അതായത് നമ്മളുടെ ഈ ക്ലെയിം ചെയ്യാൻ പോളിസി ഹോൾഡർമാരാണ് കസ്റ്റമർ, അവരുമായിട്ട് അവർ ക്ലെയിം ചെയ്യാൻ ഉള്ളത് കൊണ്ട് തന്നെ അവരുമായിട്ടൊരു എന്താ പറയാ ഇത്തരം ആളുകളുമായിട്ടൊക്കെ ഒരു ബന്ധം എപ്പോഴും ഉണ്ടായിരിക്കണം. കാരണം അവരുടെ പ്രശ്നങ്ങൾ തീർക്കേണ്ടത് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഡ്യൂട്ടിയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇവർക്ക് എന്തെങ്കിലും ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കോ മറ്റ് ഇൻഫോർമേഷൻസോ തിരക്കാനായിട്ട് ഈ പറയുന്ന ആളുകളൊക്കെ കയ്യിൽ വേണ്ടേ. മാത്രമല്ല ആൻഡ് ദേ ക്യാൻ മേക്ക് ഷുവർ ദാറ്റ് നോ ഫോൾസ് സ്റ്റേറ്റ്മെന്റ്സ് ഓർ ക്ലെയിംസ് ആർ ഡൺ ബൈ ദ കസ്റ്റമേഴ്സ്. ഇവരിലൂടെ നമുക്ക് മറ്റു കാര്യങ്ങൾക്കും ചില സൗകര്യമുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ ക്ലെയിം ചെയ്യുന്ന ആൾക്കാര് എല്ലാവരും സത്യസന്ധമായിട്ട് ക്ലെയിം ചെയ്യണമെന്നൊന്നുമില്ല. ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ട് ക്ലെയിമിന് വേണ്ടിയിട്ടൊക്കെ വന്നേക്കാം. അത് അപ്പോൾ അങ്ങനെയുള്ള ഫോൾസ് ആയിട്ടുള്ള ക്ലെയിംസ് ഇല്ല എന്നും അതുപോലെ തന്നെ അത് നമ്മുടെ സർവീസസിന്റെ ക്വാളിറ്റിയെ ബാധിക്കാൻ സാധ്യതയുണ്ട് ഈ TPA-കാരുടെ. അപ്പൊ അതെല്ലാം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ആളുകളുമായിട്ടൊരു ബന്ധം, ഒരു ലൈസൻസ് മീൻസ് എന്താ ഒരു റിലേഷൻ കീപ്പ് ചെയ്യണം. ആരൊക്കെയായിട്ട്? കസ്റ്റമേഴ്സ് അവരുടെ ക്ലെയിംസിന് വേണ്ടി ആവശ്യപ്പെടുമ്പോൾ they must keep the TPA third party administrators have to keep a relation between ഈ പറയുന്ന പ്രൊഫഷണൽസ് ഒക്കെ ആയിട്ടൊരു ബന്ധം ഉണ്ടായിരിക്കണം. അപ്പൊ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത്തരം ആ ഒരു ബന്ധം സൂക്ഷിക്കുന്നത്. ടു മേക്ക് ഷുവർ ദാറ്റ് ദർ ഈസ് നോ ഫോൾസ് ക്ലെയിംസ്. ആരും തന്നെ കസ്റ്റമേഴ്സ് ആരും തന്നെ ഫോൾസ് ആയിട്ടുള്ള ക്ലെയിമുകളൊന്നും വെച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ. ഓൾസോ അൺവാണ്ടഡ് ട്രീറ്റ്മെന്റ്, ചിലപ്പോൾ ആവശ്യമില്ലാത്ത ട്രീറ്റ്മെന്റ് ഒക്കെ ചോദിച്ചിട്ട് ക്ലെയിം ചെയ്യാം. അങ്ങനെയുള്ളത് ഒഴിവാക്കാൻ, അവരുടെ ക്വാളിറ്റി ഓഫ് സർവീസസ് ഇംപ്രൂവ് ചെയ്യാനൊക്കെ ഈ പറയുന്ന ആളുകൾ കൂടെ ഉണ്ടായേ മതിയാകൂ. ആരുടെയൊപ്പം? TPA-ന്റെ ഉണ്ടായേ മതിയാകൂ. ആൻഡ് ഓൾസോ ദേ ആക്സെപ്റ്റ് എ സ്മോൾ ഫീസ്. ഇവര് ചെയ്യുന്ന സേവനങ്ങൾക്ക് തീർച്ചയായിട്ടും അതൊരു സർവീസ് ആണല്ലോ. ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുക, ഇൻഷുറൻസ് കമ്പനിയെയും നമ്മുടെ ഇൻഷുറൻസിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ കൊടുക്കുന്ന സേവനത്തിന് അവർക്ക് അവരുടേതായ ഫീസ് ഉണ്ട്. അപ്പൊ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഇത് പറഞ്ഞിരിക്കുന്നത് പ്രീമിയത്തിന്റെ 5.5% ആണ്. പ്രീമിയം എമൗണ്ടിന്റെ 5.5% ഇവർക്ക് എന്തുണ്ട്? TPA അവരുടെ ഫീസായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പൊ ആരാണ് TPA, എന്താണ് TPA ചെയ്യുന്നതെന്നാണ് ആ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആരാണ് TPA? TPA എന്ന് പറഞ്ഞാൽ ഇന്റർമീഡിയറി ആണ്. അതായത് നമ്മുടെ ക്ലെയിംസ് നടത്തുമ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ക്ലെയിംസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊസീഡിങ്സ് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് TPA എന്ന് പറയുന്നത്. അവരുടെ കീഴില് അവരുടെ ഓൺ ഹൗസിൽ ഒരു മെഡിക്കൽ ഡോക്ടർ ഉണ്ടായിരിക്കണം, രജിസ്റ്റേർഡ് അണ്ടർ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്ത ഡോക്ടർ, ലീഗൽ ആയിട്ടുള്ള എക്സ്പേർട്ടുകൾ, മാനേജ്മെന്റ് കൺസൾട്ടൻസ് ആൻഡ് ഓൾസോ ഇൻഫർമേഷൻ ടെക്നോളജി പ്രൊഫഷണൽസ്, ഇവരൊക്കെ ഇവരുടെ കീഴിലുണ്ടായിരിക്കും. ആൻഡ് ഇവരൊക്കെ ആയിട്ട് ദേ ഷുഡ് ഹാവ് എ റിലേഷൻ, അവരൊരു ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു ബന്ധം. ആൻഡ് ഓൾസോ ദേ റിസീവ്സ് 5.5% ഓഫ് ദ പ്രീമിയം. പ്രീമിയത്തിന്റെ എമൗണ്ടിന്റെ ഒരു 5.5% ഇവര് എന്ത് ചെയ്യുന്നു? ഫീസായിട്ട് സ്വീകരിക്കുന്നു. ആ ഫീസിന്റെ ആ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. ഫീസിന്റെ TPA-ന്റെ ഫീസിന്റെ ആ ഒരു ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ചെയ്തോ? Yes, next one. What is the role of TPA in health insurance? ഈ ഹെൽത്ത് ഇൻഷുറൻസിൽ TPA-ന്റെ റോൾ എന്തൊക്കെയാണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് പോയിന്റ് തന്നിട്ടുണ്ട്. എന്താണ് TPA പ്രധാനമായിട്ടും ഈ പറയുന്ന ഹെൽത്ത് ഇൻഷുറൻസിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇവർ ചെയ്യുന്നത്? ഇവര് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം വീണ്ടും പറയുന്നത് കളക്ടർ ബിറ്റ്വീൻ ദ ഇൻഷുറൻസ് കമ്പനി ആൻഡ് ദ പോളിസി ഹോൾഡർ. അതായത് നേരിട്ടോ അല്ലാതെയൊക്കെ നമ്മളുടെ പോളിസി ഹോൾഡറും അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനിയുമായിട്ടുള്ള ഒരു കണക്ഷൻ ആണ് ഇവര് TPA കൊടുക്കുന്നത്. അതായത് മോസ്റ്റ്ലി ഹോസ്പിറ്റലൈസേഷൻ കേസസ് ഒക്കെ മീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഉണ്ടാകുന്ന ക്ലെയിമുകളൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണി തന്നെയാണ് നമ്മുടെ TPA എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ദിസ് TPA will provide a unique identification number to the policy holder. അത് ഈ ക്ലെയിം സെറ്റിലൊക്കെ ചെയ്യാൻ വേണ്ടി വരാൻ വേണ്ടിയിട്ടൊക്കെ ഈ പറയുന്ന TPA-കാർ എന്ത് ചെയ്യുന്നറിയാമോ? പോളിസി ഹോൾഡർക്ക് ഒരു ഐഡന്റിഫിക്കേഷൻ കാർഡ്, ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ നമ്പർ വെച്ചിട്ടാണ് ഇവർ വരുന്ന TPA-നെ കാണാനും അവരുടെ ക്ലെയിം സെറ്റിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനും അതിന്റെ പ്രൊസീഡിങ്സ് ഒക്കെ മുന്നോട്ടേക്ക് ഫോർവേഡ് ചെയ്യാനൊക്കെ ഇവർക്ക് ഒരു ഐഡന്റിഫിക്കേഷൻ നമ്പർ ഉണ്ട്. എല്ലായിടത്തും ഇപ്പൊ അങ്ങനെ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ഇന്ന ഒരു 1-2 പോളിസി ഹോൾഡേഴ്സ് ഒന്നും അല്ല ഈ ക്ലെയിമിന് വേണ്ടിയിട്ട് ഇവരുടെ അടുത്തേക്ക് വരിക. കുറെ ദിനം പ്രതി ഒരുപാട് ആളുകൾ പോളിസി ഒക്കെ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് TPA-ന്റെ സഹായം ചോദിച്ചു വരുന്നതായിരിക്കും. സോ ഈച്ച് ആൻഡ് എവറി വൺ വിൽ ബി പ്രൊവൈഡഡ് വൺ ഐഡന്റിഫിക്കേഷൻ നമ്പർ. അപ്പൊ ഇവർക്കൊക്കെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ടാവും. അപ്പൊ അവർക്ക് ആ നമ്പർ നോക്കി ഇന്ന ആളാണ്, ഇന്ന ആൾക്കാരുടെ അപ്പൊ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അത് ക്ലെയിം സെറ്റിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ അവർക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റും.
പിന്നെ റെക്കോർഡ് ഇപ്പൊ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്നു പോകുന്നതുകൊണ്ട് ദേ ഷുഡ് മേക്ക് എ റെക്കോർഡ്. ഇവരൊരു റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓരോരുത്തരുടെ പേരും പോളിസി ഹോൾഡേഴ്സിന്റെ പേരും അതുപോലെ തന്നെ ആ പോളിസി ഹോൾഡേഴ്സിന്റെ പേഷ്യൻസ് അഡ്മിറ്റ് ആയവരുടെ ലിസ്റ്റും ഒക്കെ നോക്കി അങ്ങനെ അതിന് വേണ്ടിയിട്ടൊരു റെക്കോർഡ്സ് ദേ ഹാവ് ടു മെയിൻറ്റെയിൻ. അവരൊരു റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവർ ചെയ്യുന്ന എന്താ, റെക്കോർഡ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തു ദേ ഹാവ് ടു മേക്ക് ദ സെറ്റിൽമെന്റ് ഓഫ് ദ ക്ലെയിം സെറ്റിൽ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ TPA ഗ്യാരണ്ടി കൊടുക്കാണ് ഫോർ ദ കോർഡിനേഷൻ ബിറ്റ്വീൻ ദ ഹോസ്പിറ്റൽ ആൻഡ് ഇൻഷുറൻസ് കമ്പനി. ഹോസ്പിറ്റലും അതുപോലെ തന്നെ ഇപ്പൊ ഹോസ്പിറ്റലൈസ്ഡ് ആയ ആൾക്കാർക്ക് ക്ലെയിം മേടിച്ചു കൊടുക്കാനാണെങ്കിൽ ഹോസ്പിറ്റൽസും അതുപോലെ ഇൻഷുറൻസ് കമ്പനിയും തമ്മിലുള്ള കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്ത് അത് ഇവരത് മേടിച്ചു കൊടുക്കാം. ക്യാഷ്ലെസ് ആയിട്ടുള്ള ക്ലെയിം ആണെങ്കിൽ അങ്ങനെ, ക്യാഷ് ആയിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ, എങ്ങനെയൊക്കെയാണോ അത് ക്ലെയിം ചെയ്ത് ക്ലെയിംസ് വാങ്ങിച്ചു കൊടുക്കാം എന്നുള്ള ഗ്യാരണ്ടി ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ബാക്ക് എൻഡ് സപ്പോർട്ടാണ് ഇവർ കൊടുക്കുന്നത്. ബാക്ക് എൻഡ് സപ്പോർട്ട് എന്താ ബാക്ക് എൻഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം തുടങ്ങി അവസാനം വരെ ഇവരെപ്പോഴും കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. മാത്രമല്ല ഫുൾ ടൈം സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. TPS പ്രൊവൈഡ് 24/7 സപ്പോർട്ടാണ് ഇവർ കൊടുക്കുന്നത്. അതായത് 24 മണിക്കൂറും കസ്റ്റമേഴ്സിന് സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലാണ് ഇവരുടെ പ്രവർത്തനങ്ങളുള്ളത്. ആൻഡ് ഓൾസോ ദേ ക്യാൻ മേക്ക് എൻക്വയറീസ് ടു ആൻഡ് ഫ്രം. അങ്ങോട്ടേക്കും നമുക്ക് വേണമെങ്കിൽ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. അവരിങ്ങോട്ട് നമ്മളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും. അങ്ങനെ ഒരു എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫോർമേഷൻസ് ഒക്കെ നടത്തി എൻക്വയറീസ് ഒക്കെ നടത്തി അവർക്ക് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പൊ ഫുൾ ടൈം സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ് നമ്മുടെ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ അഡീഷണൽ ആയിട്ടുള്ള കുറെ സർവീസസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്താണത്, ആംബുലൻസ് സർവീസസ്, മെഡിക്കൽ സപ്ലൈസ് എക്സെട്ര ടു ദ പോളിസി ഹോൾഡേഴ്സ്. മെഡിക്കൽ സപ്ലൈസും അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റൽസിന്റെ ആംബുലൻസ് സർവീസസും ഈ പറയുന്ന TPA ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കസ്റ്റമേഴ്സിന്. അവരുടെ ക്ലെയിമിനകത്ത് വരുന്ന കാര്യം തന്നെയാണ് ഇതും. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ TPA കസ്റ്റമേഴ്സിന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളാണ്. എന്താണ് TPA ചെയ്യുന്നതെന്നായിരുന്നു, അവരുടെ റോൾ എന്താണെന്നാണ് ആ പോയിന്റുകൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യുന്ന പ്രവർത്തികളാണ്. ഓക്കെ, വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഓപ്പണിംഗ് ഇൻ ഇന്ത്യ, ഓപ്പറേറ്റിംഗ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള ചില തേർഡ് പാർട്ടി, അപ്പൊ നമ്മള് ആദ്യം പഠിച്ചത് ഇൻഷുറൻസ് കമ്പനികളുടെ പേര്, രണ്ടാമത് പഠിച്ചത് നമ്മുടെ കുറച്ച് പോളിസീസ്, പ്രൈവറ്റ് ഇൻഷുറൻസ് പോളിസീസിന്റെ പേരുകൾ, കുറച്ച് ലിസ്റ്റുകൾ പഠിച്ചു. ഇവിടെ നമ്മൾ പഠിക്കുന്നത് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ കുറച്ച് പേരുകളാണ്. നമ്മുടെ ഇന്ത്യയിലുള്ള തേർഡ് പാർട്ടി: യുണൈറ്റഡ് ഹെൽത്ത് കെയർ പരേഡ് TPA പ്രൈവറ്റ് ലിമിറ്റഡ്, മീഡിയ അസിസ്റ്റ് ഇന്ത്യ TPA പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അതുപോലെ തന്നെ MD ഇന്ത്യ ഹെൽത്ത് കെയർ TPA സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, പാരാമൗണ്ട് ഹെൽത്ത് സർവീസ് ആൻഡ് ഇൻഷുറൻസ് TPA പ്രൈവറ്റ് ലിമിറ്റഡ്, മെഡിടെക് TPA സർവീസസ് ലിമിറ്റഡ്, ഹെറിറ്റേജ് ഹെൽത്ത് TPA പ്രൈവറ്റ് ലിമിറ്റഡ്, ഫോക്കസ് ഹെൽത്ത് കെയർ സർവീസസ് TPA പ്രൈവറ്റ് ലിമിറ്റഡ് ആൻഡ് മെഡിക്കെയർ TPA സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇതിന്റെയൊക്കെ പേരുകളാണ് കേട്ടോ. അതായത് നമ്മുടെ ഇന്ത്യയിൽ കുറച്ച് പ്രവർത്തിക്കുന്ന തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ പേരുകളാണ് കൊടുത്തത്. അതിന്റെ എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഇത്രയൊക്കെ തേർഡ് പാർട്ടി കമ്പനികൾ നമ്മൾ ഇന്ത്യയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇൻഷുറൻസ് കമ്പനിയെയും ഇൻഷുർഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. കുഴപ്പമില്ലല്ലോ, ഓക്കെ അല്ലേ? അതൊന്ന് ആ പോയിന്റുകൾ ഒന്ന് വായിച്ചു നോക്കണേ, ഒന്ന് വായിച്ചു നോക്കിയേ. നമ്മുടെ TPAയുടെ റോളുകൾ 5 പോയിന്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയ സിമ്പിൾ സെന്റൻസുകളാണ്. വായിച്ചറിഞ്ഞിരിക്കുക. കണക്ഷൻ ഇൻഷുറൻസ് കമ്പനിയും പോളിസി ഹോൾഡറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇതാണ്. പിന്നെന്താ, റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഇവരുടെ ഡ്യൂട്ടിയാണ്. കാരണം അവര് ആർക്കൊക്കെ അവരുടെ സേവനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ പേഷ്യൻസിനൊക്കെ ഹോസ്പിറ്റലൈസ് ചെയ്തതായിക്കോട്ടെ അല്ലാത്തതായിക്കോട്ടെ എങ്ങനെ ക്ലെയിം വാങ്ങിച്ചു കൊടുത്താലും അവരുടെ ഒരു ലിസ്റ്റും റെക്കോർഡ് എന്തായാലും ആവശ്യമുണ്ട്. പിന്നെ ക്ലെയിം സെറ്റിൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത് കോർഡിനേറ്റ് ചെയ്ത് ചെയ്യണം. ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അഡീഷണൽ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വായിച്ചോ?
അടുത്ത ഭാഗത്ത് നിങ്ങളുടെ നോട്ട് കയ്യിലുണ്ടാവും. ഇവിടെ ഇത്ര കാണുള്ളൂല്ലോ. നമുക്ക് ഇനിയില്ലേ നോട്ട്? പ്രോസസിങ് എ ക്ലെയിം ഇല്ലേ? അതെങ്ങനെയാ നമ്മൾ ക്ലെയിമിന് വേണ്ടി പ്രോസസ് ചെയ്യുന്നത്? ഇവിടെ ഇല്ലല്ലോ. ഒരു മിനിറ്റ് വിളിക്കട്ടെ. ഹലോ, കിട്ടി. അപ്പൊ നമ്മൾ എങ്ങനെയാണ് എന്താ പറയാ നമ്മളുടെ ക്ലെയിം എങ്ങനെയൊക്കെയാ നടത്തുക? ക്ലെയിമിന്റെ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാ ഞാൻ പോയില്ലട്ടാ, വേഗം വാ. അതായത് എത്രയും കൂടി തീർത്തേക്കാം. ആ ഒരു ക്ലെയിമും കൂടി ഞാൻ പറയുന്നുള്ളൂ, അത് ഇനി നിർത്തുകയാണ്. പിന്നെ ഒരു ചാർട്ടാണ്, കുഴപ്പമില്ല. അതൊക്കെ സിമ്പിൾ ആണ്. എങ്ങനെയാണ് നമ്മൾ ക്ലെയിം ചെയ്യേണ്ടത്? അപ്പൊ ക്ലെയിമിന്റെ സ്റ്റെപ്പുകൾ സ്റ്റേജസ് ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, നമുക്കറിയാം ഈ ക്ലെയിം എപ്പോഴും വെക്കാം ഓൺ ദ ഹാപ്പനിങ് ഓഫ് ദാറ്റ് അൺഫോർച്ചുനേറ്റ് ഇവന്റ്. തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാകുന്ന നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം വരുമ്പോഴാണല്ലോ നമ്മൾ ക്ലെയിമിന് വേണ്ടി വെക്കുക, അല്ലാതെ മെച്യൂരിറ്റി ഡേറ്റിലും അല്ലെ. അപ്പൊ എന്തെങ്കിലും ഇൻസിഡന്റ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു inform the insurance provider, that means the insurance company. നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായി എന്ന് ആരെ അറിയിക്കണം? അവരറിയില്ല അല്ലെ. നമുക്കിപ്പോ എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടായി, നമ്മളൊക്കെ ഹോസ്പിറ്റലൈസ്ഡ് ആയി, സോ അങ്ങനെയൊക്കെ വരുമ്പോ നമ്മൾ അത് ആദ്യം അറിയിക്കേണ്ടത്? അവരെയാണ് അറിയിക്കേണ്ടത്. അങ്ങനെ അറിയിക്കുന്നതാണ് എന്ത് വിളിക്കുക? നമ്മൾ ക്ലെയിം എന്ന് വിളിക്കുക. അപ്പൊ ആദ്യം നമ്മുടെ ക്ലെയിം എന്താണെന്ന് നമ്മൾ അറിയണം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ when on the happening of that particular incident or an unfortunate event, first of all we have to inform this to the insurance provider. ആരാണോ ഇൻഷുറൻസ് കമ്പനിക്കാർക്ക്, ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നവർക്ക് നമ്മൾ ഈ കാര്യം ഇൻഫോം ചെയ്യണം. ആ ഇൻഫോർമേഷൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത്? ക്ലെയിം. എനിക്ക് ഇന്ന കാര്യം പറ്റിയിട്ടുണ്ടല്ലോ, അല്ലാണ്ട് നമ്മള് വയ്യാണ്ട് നമുക്ക് എന്തെങ്കിലും അസുഖം വയ്യാണ്ട് എടുക്കുമ്പോ നമ്മുടെ റിലേറ്റീവ്സിനെ വിളിച്ച് അറിയിക്കുന്നത് ഓക്കെ അല്ലെ. ഇൻഷുറൻസ് കമ്പനീനെ അറിയിക്കണമെങ്കിൽ എന്തിനായിരിക്കണം? തീർച്ചയായിട്ടും ക്ലെയിമിന് തന്നെയാണ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്ലെയിം എന്ന് വിളിക്കുക. അത് കഴിഞ്ഞിട്ട് അപ്പൊ അറിയിക്കില്ല കഴിഞ്ഞോ? ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഫയലിംഗ് എ ക്ലെയിം ആണ്. നമ്മൾ എന്ത് ചെയ്യണം? ഒരു ക്ലെയിമിന് വേണ്ടിയിട്ടുള്ള ഫയൽ ചെയ്യണം. ഫയൽ ചെയ്യണമെങ്കിൽ അത് ഫോമുകൾ ഉണ്ടാവുമായിരിക്കും. അതിന് ഒന്നില്ലെങ്കിൽ ഇൻഷുററിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ടായിരിക്കും. ഇപ്പൊക്കെ എല്ലാം പുതിയ മോഡലിലായതുകൊണ്ട് തന്നെ ഇൻഷുററിന്റെ വെബ്സൈറ്റിൽ അതിന് വേണ്ടിയിട്ടുള്ള ഫോംസ് ഉണ്ടായിരിക്കും. വി ക്യാൻ ഫിൽ അപ്പ് ദാറ്റ് ഫോംസ്. ആ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ ബ്രാഞ്ച് ഓഫീസിൽ പോയിട്ട് ആ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഏതാണ് രീതി എന്ന് വെച്ചാൽ അത് അനുസരിച്ച് കൊടുക്കുക.
ഏത് രീതിയും ആകാം. കാരണം ഇന്ന് നമുക്കിപ്പോ ഒരുപാട് ദൂരമുള്ളവർക്കൊക്കെ ഇതൊക്കെ വന്ന് ബ്രാഞ്ച് ഓഫീസിലൊക്കെ വന്ന് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. സോ അതിന് ഇന്ന് ഏറ്റവും നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നമുക്കൊരു ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ആ ഫോംസ് ഒക്കെ ഫില്ല് ചെയ്ത് നമുക്കത് അതിനകത്തേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി വൈൽ ഫില്ലിംഗ് ദ ഫോംസ്, ഫോമുകൾ ഫില്ല് ചെയ്തതുകൊണ്ട് മാത്രം ക്ലെയിമുകൾ കിട്ടണമെന്നില്ല. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്റ് ഓൾസോ ഹാവ് ടു ബി ഫിക്സഡ്. അതിന്റെ ആ ക്ലെയിമിന്റെ ഓതന്റിസിറ്റി എന്ന് വെച്ചാൽ കൃത്യത എത്രത്തോളം ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്റുകൾ നമ്മൾ കൊടുക്കേണ്ടി വരും. ഇപ്പൊ ഹോസ്പിറ്റലൈസ്ഡ് ആയി ഇന്ന കാര്യങ്ങളൊക്കെ ചെലവുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബില്ലുകളും മറ്റു കാര്യങ്ങളൊക്കെ ഡോക്യുമെന്റ് ആണല്ലോ, അതുണ്ടായിരിക്കും. ആക്സിഡന്റ് നടന്നു, ഫസ്റ്റ് ഓഫ് ഓൾ ആക്സിഡന്റ് ഒക്കെ നടന്നിട്ടുള്ള ക്ലെയിമിനാണെങ്കിൽ അപ്പൊ തന്നെ നമ്മളൊരു ഫോട്ടോ എടുക്കണം. നമ്മുടെ വണ്ടിയുടെ നമ്പറും മറ്റു കാര്യങ്ങളൊക്കെ കാണുന്ന രീതിയിൽ തന്നെ ഫോട്ടോ എടുക്കുക. ആളുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു പിക്ചറൊക്കെ നമ്മൾ എടുത്തു വെക്കുക. അതും അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളും ഫോർവേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സുകളും ഫിക്സ് ചെയ്തിരിക്കുക. അപ്പൊ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ഡോക്യുമെന്റുകളൊക്കെ കളക്ട് ചെയ്ത് അതും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതും അതിന്റെ കൂടെ സബ്മിറ്റ് ചെയ്യണം. പിന്നെ എന്താണ്, അപ്പൊ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ അവിടെ എത്തുമല്ലോ. എത്തിക്കഴിയുമ്പോൾ ദ ഇൻഷുറൻസ് പ്രൊവൈഡർ, ദാറ്റ് മീൻസ് ദ ഇൻഷുറൻസ് കമ്പനി ഹാവ് ടു റിവ്യൂ ദ ക്ലെയിം. നമ്മളുടെ ഈ ക്ലെയിം ഒക്കെ എത്രത്തോളം ഉണ്ടെന്നൊക്കെ നോക്കുന്നു. ആൻഡ് ഓൾസോ ദ ഇവാലുവേറ്റ് ഓർ എസ്റ്റിമേറ്റ്, ആ പറയുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്, ശരിയാണോ വിലയിരുത്തുന്നതിന്. അതിന് വിലയിരുത്തുക, അതിന്റെ വാലിഡിറ്റി ഒക്കെ അവർ പരിശോധിക്കും. അതിനുശേഷം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്തണം. ആര്? ഇൻഷുറർ. അവർ കാശ് സ്പെൻഡ് ചെയ്യുന്നതല്ലേ, തീർച്ചയായിട്ടും അവർ ചോദിച്ചിട്ടുണ്ട്, ക്ലെയിം ചോദിച്ചിട്ടുണ്ട്, വേഗം തന്നെ അവർക്ക് കാശ് കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് അവർ കാശുമായിട്ട് പുറപ്പെടില്ല. തീർച്ചയായിട്ടും നമ്മൾ കൊടുത്തിരിക്കുന്ന ഡോക്യുമെന്റുകളും നമ്മളുടെ ക്ലെയിമും എല്ലാം വെച്ചിട്ട് അവർ റിവ്യൂ ചെയ്ത് നോക്കിയതിനു ശേഷം അവർ അതിനൊരു വിലയും മറ്റു കാര്യങ്ങളൊക്കെ എസ്റ്റിമേറ്റ് ചെയ്യും. അത്തരം എസ്റ്റിമേഷൻസ് ഒക്കെ നടത്തിയിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെദർ ആ ഇൻഷുർഡ് ഫോളോ ചെയ്തിട്ടുണ്ടോ, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് അവരതൊക്കെ എന്ത് ചെയ്യുന്നു, എൻഷുർ ചെയ്യുന്നു. ആൻഡ് ദെൻ അതെല്ലാം എൻഷുർ ചെയ്തതിന് ശേഷം അപ്രൂവ് ദ ക്ലെയിം എന്ത് ചെയ്യുന്നു, അപ്രൂവ് ചെയ്യുന്നു. ആ അപ്രൂവ് ചെയ്ത ക്ലെയിം വൺസ് വെൻ ഇറ്റ് ഈസ് അപ്രൂവ്ഡ്, ആ ക്ലെയിം അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി ഹാവ് ടു പേ ദ ബെനിഫിറ്റ് ടു ദ ഇൻഷുറിന് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഡോക്യുമെന്റിൽ അല്ലെങ്കിൽ പോളിസി സ്റ്റേറ്റ് ചെയ്തിരിക്കുന്ന രീതിയിലുള്ള എമൗണ്ടുകൾ അത് പ്രൊവൈഡ് ചെയ്യുന്നു. അത് ലൈഫ് ഇൻഷുറൻസിനാണെങ്കിൽ ബെനിഫിഷ്യറിക്ക് ആയിരിക്കും കിട്ടുക, അല്ലെ? മരണത്തിലൊക്കെ നമുക്കെല്ലാം നമ്മളുടെ മരിച്ചു പോയി കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിഷ്യറി ആരാണോ ആൾക്കായിരിക്കും ആ പേയ്മെന്റ് കിട്ടുക. ആ കൊടുക്കുന്ന പേയ്മെന്റിന് നമ്മൾ പേ ഔട്ട് എന്നാണ് വിളിക്കുക. പേ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ലംസം എമൗണ്ട് വിച്ച് ഈസ് പെയ്ഡ് ടു ദ പോളിസി ഹോൾഡർ ഓർ ഫാമിലി മെമ്പേഴ്സിനോ അല്ലെങ്കിൽ പോളിസി ഹോൾഡർക്കോ നേരിട്ട് ആ പൈസ കൊടുക്കുന്നത്, അതിനെയാണ്. അപ്പൊ ക്ലെയിം ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൊടുക്കുന്ന എമൗണ്ട് അതിനെയാണ് പേ ഔട്ട് എന്ന് വിളിക്കുക കേട്ടോ. പേ ഔട്ട് എന്താണെന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. Pay out is a sum of money given to the policy holder when a claim is accepted. Claim accept ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊടുക്കുന്ന എമൗണ്ട് ആണ്. ഇനി the insurer, ഈ പറയുന്ന ഇൻഷുറർ should find or should provide the lump sum amount. ഈ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസും മറ്റു കാര്യങ്ങളൊക്കെ പേയ്മെന്റുകളൊക്കെ കൃത്യമായിട്ട് പ്രീമിയംസ് ഒക്കെ അടച്ച ആളാണ്, പറഞ്ഞിരിക്കുന്ന പോളിസിയിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻഷുറർ ഹാസ് ടു പ്രൊവൈഡ് ദ ലംപ് സം എമൗണ്ട് ടു ദ പോളിസി ഹോൾഡർ. പോളിസി ഹോൾഡർക്ക് ആ എമൗണ്ട് പറഞ്ഞിരിക്കുന്ന അതിനകത്ത് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് തീർച്ചയായും കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ആൻഡ് ദ ടൈം ഇൻഷുറേഴ്സ് ടേക്ക് ടു കൺഫേം ആൻഡ് പേ ദ ഇൻഷുർഡ് സം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ക്ലെയിം ചെയ്തു, ആ ക്ലെയിമിന് നമുക്ക് അതൊക്കെ നോക്കി കൺഫേം ചെയ്തു, അതിന്റെ പൈസ നമുക്ക് തരാൻ വേണ്ടി എടുക്കുന്ന ആ ഒരു സമയമില്ലേ, അത് എല്ലാ ഇൻഷുറൻസിനും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ചിലർക്ക് പെട്ടെന്ന് കിട്ടും, ചിലർക്ക് കുറച്ച് സമയം എടുക്കും, ചിലർക്ക് ഒരു മാസം എടുക്കും, ചിലപ്പോൾ 2 ആഴ്ച എടുക്കുന്നതുണ്ട്. അങ്ങനെയൊക്കെ അത് ഡിഫർ ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അത് കേസ് അനുസരിച്ച് ഓരോ സാഹചര്യം അനുസരിച്ച് മാറും. ഓരോ രീതിയിലുള്ള ഡോക്യുമെന്റുകളൊക്കെ ചിലപ്പോൾ കൃത്യമായിട്ടൊക്കെ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ അതിനകത്ത് വരുന്ന മാറ്റങ്ങൾ കൊണ്ട് മാറും. പിന്നെ മാത്രമല്ല പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഓർഡർ അനുസരിച്ചല്ല എങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ എത്രത്തോളം നമ്മൾ ഡിലേ കാണിക്കും, നമ്മളുടെ ഡോക്യുമെന്റുകൾ സബ്മിറ്റ് ചെയ്യാൻ എത്ര ഡിലേ ചെയ്യുന്നുണ്ടോ അതനുസരിച്ച് അവിടുന്ന് നമുക്ക് തരാനുള്ള ക്ലെയിമുകളുടെ ഡിലേയും ഉണ്ടാകുന്നതായിരിക്കും. പിന്നെ മാത്രമല്ല ഇൻഷുറൻസിന്റെ തീർച്ചയായിട്ടും ഒരു ട്രസ്റ്റ് വർത്തിനെസ്, മറ്റുള്ളവരില് ഇൻഷുറർ എത്രത്തോളം വിശ്വസ്തനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും
ആസ് സൂൺ ആസ് പോസിബിൾ ആ ക്ലെയിംസ് ഒക്കെ സെറ്റിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം അതാണ് മറ്റുള്ളവരെ കൂടുതൽ ഇൻസ്പയർ ചെയ്യാതെ അവിടെ നമ്മൾ ആ ഇൻഷുറൻസ് ഏറ്റവും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നീങ്ങി നമുക്ക് അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അധികം നേരം ഓടി നടക്കേണ്ടി വന്നില്ല, ഒരുപാട് നമ്മളെ കറക്കിയില്ല, വട്ടം കറക്കിയില്ല. ചില ഇൻഷുറൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത് അടപ്പിക്കാൻ വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ അത് എല്ലാം കഴിഞ്ഞ് നമ്മളുടെ കയ്യിലേക്ക് അതിന്റെ ക്ലെയിം ചോദിച്ചിട്ട് അത് പൈസ നമുക്ക് കിട്ടാൻ വരുമ്പോഴേക്കും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നമ്മളിട്ട് ഓടിക്കലും അതിന്റെ അവസാന എമൗണ്ട് കിട്ടുമ്പോഴേക്കും ഏകദേശം എന്താ പറയാ നമ്മൾ ശരിയായിട്ടുണ്ടാവും, നമുക്ക് ആ കാശിന്റെ ഉപയോഗവും കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഏറ്റവും കുറവ് സമയം എടുത്ത് കസ്റ്റമേഴ്സിന്റെ ആ ഒരു പ്രീതി സമ്പാദിക്കുക എന്നുള്ളത് ഒരു നല്ല കസ്റ്റമർ സർവീസ് കൂടിയാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, അവർ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നതായിരിക്കും ഇൻഷുറൻസ്. ആൻഡ് ഓൾസോ ഇഫ് നെസസറി ദേ ഹാവ് ടു റിവീൽ ഓൾ ദ ഡീറ്റെയിൽസ്. നമ്മളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽസ്, ഹെൽത്തും അതുപോലെ ലൈഫ് ഇൻഷുറൻസുമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ വ്യക്തമായിട്ട് തന്നെ ആയിരിക്കണം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കുക. തീർച്ചയായിട്ടും നമ്മൾ അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങളോ പറഞ്ഞിട്ടൊക്കെ ഇൻഷുറൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലാസ്റ്റ് കിട്ടുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഏതെങ്കിലും പോയിന്റ് ഓഫ് ടൈമിൽ ഐഡന്റിഫൈ അവർ ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഇൻഷുറൻസ് എടുത്തതെന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എപ്പോ വേണമെങ്കിലും അവർക്ക് ആ ഒരു ഇത് ക്യാൻസൽ ചെയ്ത് കളയാനും ഒരു പോളിസിയിൽ എന്താ പറയാ കണ്ടീഷൻ ഉണ്ട്. എന്നുവെച്ചാൽ എപ്പോ വേണമെങ്കിലും ഇൻഷുറൻസ് ഫൈൻഡ് എനിത്തിങ് വിച്ച് ഈസ് ക്ലെയിംഡ് ബൈ ദ ഇൻഷുർ ക്ലെയിം ചെയ്യുന്ന എമൗണ്ട് തെറ്റാണ് അല്ലെങ്കിൽ ശരിയല്ല അല്ലെങ്കിൽ ഇൻഷുർ നമുക്ക് തരുന്ന ഡീറ്റെയിൽസ് തെറ്റാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്യാൻസൽ ചെയ്ത് പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ അതാണ് ഈ പറയുന്ന നമ്മളുടെ ക്ലെയിമുമായി ബന്ധപ്പെട്ടുള്ള കുറെ സ്റ്റെപ്പുകൾ. അപ്പൊ ആദ്യം തന്നെ അവരെ അറിയിക്കുക, അത് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതിന്റെ എന്താ പറയാ ബന്ധപ്പെട്ട ഡോക്യുമെന്റുകളും ഫയൽ ചെയ്യുക. അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ നമ്മുടെ ക്ലെയിമിന് വേണ്ടിയിട്ടുള്ള റിട്ടേൺ ഫോം ഫില്ല് ചെയ്ത് അത് വെബ്സൈറ്റ് വഴിയോ മറ്റോ ഒക്കെ അവരുടെ കയ്യിലേക്ക് എത്തിക്കുക. ഇൻഷുറൻസ് കമ്പനി അത് മെയിൽ ചെയ്തിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി ഫോർവേഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചെക്ക് ചെയ്ത് വാലിഡിറ്റിയും എമൗണ്ടും ഒക്കെ എത്രയായിരിക്കും എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും കമ്പനി അതിന്റെ ബെനിഫിറ്റുകൾ ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ആൾക്ക് പോളിസി ഹോൾഡർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ക്ലെയിം എന്താണെന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ നമ്മൾ നേരത്തെയും ക്ലെയിം പഠിച്ചിട്ടാണ്. The incident must be informed with your insurance provider. ഇതിനെയാണ് ക്ലെയിം എന്ന് പറയുക. ഓൺ occurring an unfortunate event. ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു പേ ഔട്ട് എന്താണെന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. പേ ഔട്ട് പോളിസി ഹോൾഡർക്ക് ക്ലെയിം ചെയ്യുമ്പോൾ കൊടുക്കുന്ന എമൗണ്ട്. എന്തെങ്കിലും സംശയമുണ്ടോ ഈ പോയിന്റില്? സംശയമുണ്ടോ? ഒരു 9 പോയിന്റ് കിടക്കുന്നുണ്ട്. സ്റ്റേജസ് ആണ്, സ്റ്റെപ്സ് ആണ്. ഇൻഷുറൻസ് ക്ലെയിം നടത്തുന്നതിന്റെ സ്റ്റെപ്പുകളാണ് പറഞ്ഞേക്കണേ. ക്ലിയർ ആയില്ലേ? പോയിന്റ് വായിച്ച് മനസ്സിലാക്കാനുള്ളതുള്ളൂ. അത്രയും എന്താ പറയുക, നമുക്ക് കാണാതെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് ആ 2 പോയിന്റുകൾ ഞാൻ പറഞ്ഞത്. ബാക്കിയൊക്കെ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പ് കഴിയാണ്ട് ആദ്യം തന്നെ അവരെ അറിയിക്കുക, അത് ക്ലെയിം അറിയിച്ചു കഴിഞ്ഞാൽ ഫോമുകൾ ഫില്ല് ചെയ്യുക. അത് വെബ്സൈറ്റ് ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ. അതിനുശേഷം എന്താണ് നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്റ്. ലാസ്റ്റ് പോയിന്റ്, nevertheless if it is necessary that you must reveal all details about your health and lifestyle habits into your ഇൻഷുറർ. നമ്മളോട് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായി വ്യക്തമായി മറുപടി കൊടുക്കുക. നമ്മുടെ ലൈഫ്, നമ്മുടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ വ്യക്തമായിട്ടാണ് when you purchase the ഇൻഷുറൻസ് വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്. തെറ്റായ രീതിയിലൊന്നും ചെയ്യരുതെന്ന്. അങ്ങനെ എന്തെങ്കിലും തെറ്റായ രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും അവരത് കണ്ടെത്തിയാൽ നമ്മുടെ പോളിസിക്ക് വേണ്ടിയിട്ട് ഇന്ന കാര്യമൊക്കെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അത് കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് അത് പോളിസി എന്താ പറയാ മിസ്ലീഡിംഗ് ആയിട്ട് തോന്നും അല്ലെ. അവർക്ക് ക്യാൻസൽ ചെയ്യാനുള്ള അധികാരമുണ്ട്. ദ ഇൻഷുറർ ക്യാൻ റിജക്ട് ക്ലെയിംസ് on your policy if you conceal or mistake any fact. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ സത്യാവസ്ഥ മറച്ചു വെച്ചോ അല്ലാതെയൊക്കെ നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിട്ടൊക്കെ ചെയ്ത് പറഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്നിട്ടാണ് ക്ലെയിം ചെയ്യുന്നതെങ്കിൽ അവരത് റിജക്ട് ചെയ്യും എന്നാണ് പറഞ്ഞേക്കുന്നത്. ലാസ്റ്റത്തെ പോയിന്റ്. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം പെർഫെക്റ്റ് ഓക്കെ ആണ്, എല്ലാം ഓക്കെ ആണെങ്കിൽ ആസ് സൂൺ ആസ് പോസിബിൾ നമ്മുടെ കയ്യിലേക്ക് ആ ക്ലെയിമിന്റെ എമൗണ്ട് കയ്യിലേക്ക് എത്തും. അല്ലെങ്കിൽ വരുന്ന ബുദ്ധിമുട്ടാണ് പറഞ്ഞത്. ഇനി നമുക്ക് അടുത്തത് തന്നിരിക്കുന്നത് ബജാജ് അലയൻസ് ഇൻഷുറൻസിന്റെ ഒരു പ്രോസസ്സാണ്. എങ്ങനെയൊക്കെയാണ് പൈസ ക്ലെയിം ചെയ്യുന്നത്, എങ്ങനെ അത് ക്ലെയിം ചെയ്തിട്ട് അത് ക്ലെയിം ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് സ്വീകരിക്കാം, അല്ലെങ്കിൽ അത് അപ്രൂവ്ഡ് ആവില്ല. അപ്രൂവ്ഡിനാണ് പച്ച കൊടുത്തത്, പച്ച ടിക്ക് കൊടുത്തത്.
ക്ലെയിം വെക്കുന്നു. ക്ലെയിം വെക്കുമ്പോ പച്ചയാണ് അപ്രൂവൽ, ശരിയാണ്, എല്ലാ ഡോക്യുമെന്റ് ഒക്കെ ഫിക്സ് ചെയ്തിരിക്കുന്നതൊക്കെ ഓക്കെയാണ്. ഡിനയൽ എന്ന് പറഞ്ഞാൽ എന്താ? നിരസിച്ചു, ഇല്ല കിട്ടില്ല, എന്തുകൊണ്ടോ കാര്യങ്ങളൊക്കെ എന്താണ്ട് തെറ്റായ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് അത് ഡിനൈ ചെയ്തു. അതാണ് റെഡ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ യെല്ലോ എന്താ? ക്വറി ആണ്, കാരണം പെൻഡിങ്ങിലാണ്, അന്വേഷിക്കട്ടെ, കുറച്ചുകൂടി കാര്യങ്ങൾ ക്ലിയർ ആക്കാനുണ്ട്, വ്യക്തമാക്കിയിട്ട് പിന്നീട് വീണ്ടും നമുക്ക് ആ പ്രൊസീജിയേഴ്സിലേക്ക് വീണ്ടും പോകാം. എന്നിട്ട് രണ്ടാമത് അന്വേഷണമൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ വീണ്ടും അരമാർക്ക് മുകളിലേക്ക് പോയേക്കാണ്, ക്വറിയുടെ അപ്പുറത്തുനിന്ന് മഞ്ഞയുടെ അവിടെ നിന്ന് മുകളിലേക്ക്. അതെന്തിനെ സൂചിപ്പിക്കുന്നതായിരിക്കും? അന്വേഷണമൊക്കെ കഴിഞ്ഞു ഓക്കെ ആണെങ്കിൽ നമുക്ക് അപ്രൂവ്ഡ് എന്ന് പറയും. വീണ്ടും അത് ശരിയായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ഡിനയലായിരിക്കും. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയും. അതുകൊണ്ട് പിന്നെ ഏറ്റവും അവസാനം ഒരു എക്സിക്യൂട്ടീവ് മാനേജറിന്റെ, നമ്മുടെ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജറിന്റെ കുറച്ച് റോൾസ് അതുകൂടിയേ പറയാറുള്ളൂ. അത് രണ്ടും അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, തന്നെ അധികമായി. കുറെ എളുപ്പമുള്ളതാണെങ്കിലും അധികം കേൾക്കുമ്പോൾ നമുക്ക് അല്ലെ വായിച്ചു നോക്കാം, നമുക്ക് മനസ്സിലാവുന്നതല്ലേ? വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നതല്ലേ? ബുദ്ധിമുട്ടില്ലല്ലോ. ഇച്ചിരി കൂടുതൽ ഞാൻ പറഞ്ഞു തീർക്കേണ്ടത് ഞാൻ പറഞ്ഞു തന്നെ തീർത്താലല്ലേ തീരുള്ളൂ. നിങ്ങളോട് വായിച്ചു നോക്കിയൊക്കെ ഒന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അതുകൊണ്ടാണ്